بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷരെ, ബഹുമാനികളായ ആലിമീങ്ങളെ, ഉമറാക്കളെ, ഈ പരിപാടിയുടെ സമാപനമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാന്യ ശ്രോതാക്കളെ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ ഫള് കൊണ്ട് നാം ഈ ഒരുമിച്ച് കൂടുന്നത് അല്ലാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു അവന്റെ മുത്തഖീങ്ങളായ ഇബാദിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. നരകത്തെ തൊട്ട് എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗം നൽകട്ടെ. നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും അല്ലാഹു തആല പ്രത്യേകമായി മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉസ്താദ്മാർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഈ ചൈതന്യവത്തായ ഇന്നത്തെ നമ്മുടെ അഭിമാനകരമായ സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ പിന്നിൽ അധ്വാനിച്ച ആയിരക്കണക്കായ ലക്ഷക്കണക്കായ മുൻഗാമികളുടെ അധ്വാനം, വിയർപ്പ്, കഷ്ടപ്പാട്, ധനം അല്ലാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഫിർദൗസിന്റെ വാതിൽ അല്ലാഹു അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. അല്ലാഹു ഈ സദസ്സിൽ വന്ന എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോഴത്തിന് അല്ലാഹു അവരെ മഗ്ഫൂരിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. സകല ദോഷങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു ദോഷങ്ങളെ പുറത്തു തരട്ടെ. സകല ദോഷവും പുറത്തു കിട്ടി സന്തോഷിച്ചു ഇവിടുന്ന് പോവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കാര്യമായ ഒരു സദസ്സായതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ദുആഉം വളരെ പ്രധാനപ്പെട്ടതാണ്. 4 ദിവസത്തെ ഖുർആനിക വിരുന്ന് തൽക്കാലം ഇന്നിവിടെ അവസാനിക്കുമ്പോൾ ആ ദുആഇനും വലിയ ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇത്രയേറെ മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന ഈ സദസ്സ് ദുആഇന് വലിയ വിലയുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട മുന്നിലായ ചെറുശ്ശേരി ഉസ്താദ് തന്നെ ഇവിടെ നമ്മോട് സൂചിപ്പിക്കുകയുണ്ട്. ഈ സൂറത്ത് കൊല്ലങ്ങൾ പറഞ്ഞാലും തീരാത്ത ഗഹനമായ വിഷയമാണ് ഇതിനുള്ളിലുള്ളത്. ഞാനതിങ്ങനെ തൽക്കാലം ഒന്ന് ചുരുട്ടിക്കൂട്ടി തൽക്കാലം ഇന്നത്തെ ദിവസം ഇത് അവസാനിപ്പിക്കുകയാണ്. മനുഷ്യൻ നഷ്ടത്തിലാണ്. രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യങ്ങളിൽ അവൻ വ്യാപൃതരാകും. ഒന്ന്, അവന്റെ മനസ്സ്, അവന്റെ മസ്തിഷ്കം, അവന്റെ ഹൃദയം ബലിഷ്ഠമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം.
അത് ഇന്നലെ ഗഹനമായി നമ്മൾ പറഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നു. ഇന്നലെ മിനിഞ്ഞാന്നും അത് തന്നെയാണ് കാര്യമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് മാത്രം മതിയാവുകയില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമാണെങ്കിൽ അതനുസരിച്ച കർമ്മങ്ങൾ അവനിൽ നിന്നുണ്ടായിരിക്കും. എന്തുകൊണ്ട്? മനസ്സ് അവനോട് മനസ്സ് കൽപ്പിച്ചത് അവൻ ചെയ്യേണ്ടി വരും. മനസ്സിന് കൽപ്പിക്കാതിരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത്രമേൽ ബലിഷ്ഠമായ വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുക എന്നത് മനസ്സ് അവനോട് കൽപ്പിക്കും. മനസ്സിന്റെ കോടതിയാണ് ഏറ്റവും വലിയ കോടതി. അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ആന്തോളനമാണ് യഥാർത്ഥത്തിൽ അമലു സ്വാലിഹ്. അതവനിൽ ഉണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, ഈമാൻ കാണാൻ കഴിയില്ല എന്നാ കാണാൻ കഴിയും. ഈമാൻ കാണാൻ കഴിയില്ല എന്നാ കാണാൻ. അതെങ്ങനെയാ? ഇദാ റഅയ്തും മൻ യഅ്താദുൽ മസ്ജിദ് ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ കൃത്യമായി പള്ളിയിൽ പോയി വരുന്നത് കണ്ടാൽ ഉറപ്പിച്ചോളൂ അയാൾക്ക് ഈമാൻ ഉണ്ടായി എന്ന് പുണ്യ റസൂൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഏത് ചിന്തിക്കണം? ഈമാനല്ലേ? ഈമാൻ ആർക്കാ കാണാൻ കഴിയാം? കാണാൻ കഴിയില്ലെങ്കിലും കാണാൻ കഴിയും. ഇദാ റഅയ്തും മൻ യഅ്താദുൽ മസ്ജിദ് ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ജമാഅത്തിൽ പങ്കെടുത്താൽ ദോഷം പൊറുപ്പിക്കുമെന്ന് ഹബീബായ നബി. അപ്പോൾ പിന്നെ സ്വർഗത്തിലെ ദറജകളെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞു. ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളെ ജമാഅത്ത് നിസ്കാരം പൊറുപ്പിച്ചു കളയും. പിന്നെ സ്വർഗത്തിലെ ദറജകളെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ദറജ എന്താ? സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജയുടെ കാരണം എന്താ? ഖത്റത്തുൽ ഖുത്വാ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് പരമാവധി കാലെടുത്ത് നടക്കുക. അവിടെ ഖത്റത്തുൽ ഖുത്വാ എന്ന് പറയുന്നതിന് വലിയ വിലയുണ്ട്. എന്തുകൊണ്ട്? നടക്കുക തന്നെ. ഓരോ മണൽത്തരിയും സാക്ഷ്യം. പള്ളിയിലേക്ക് വാഹനമുണ്ടെങ്കിലും എടുക്കരുത്. നടന്നു പോകും. ഓരോ ചവിട്ടടിയും അതിനടിയിലുള്ള മണൽത്തരി അവന് സാക്ഷ്യം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത് വനക്തുബു മാ ഖദ്ദമു വആസാറഹു കുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. യാസീൻ സൂറത്ത് എല്ലാം മക്കിയത്താണ്. ഒരായത്ത് മാത്രമാണ് മദനിയത്ത്. സൂറത്ത് ബഹുമാനപ്പെട്ട യാസീൻ സൂറത്തിലെ എല്ലാ ആയത്തും ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ശ്രദ്ധിക്കണേ, ഒരു ആയത്ത് മാത്രം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹു വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഈ ആയത്ത് മക്കിയത്തല്ല, മദനിയത്ത. എന്താണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം? ബനൂ സലമ ഗോത്രക്കാരുടെ വീട് പള്ളിയിൽ നിന്ന് വളരെ അകലെയായിരുന്നു. ഓരോ നേരത്തും പള്ളിയിൽ വന്ന് ഇങ്ങനെ പോകുന്ന തിരിച്ചു പോകുന്നു. അത് വലിയൊരു സമയമെടുക്കുന്നു. അപ്പോൾ ഈ ഗോത്രക്കാരെ ആലോചിച്ചു, മദീന പള്ളിയുടെ പരിസരത്ത് തന്നെ വീട് വെക്കാം. മദീന പള്ളിയുടെ പരിസരത്ത് അവർ വീട് മാറ്റി കയറ്റുന്നുണ്ട് എന്നാലോചിക്കുന്നുണ്ട് എന്ന വിവരം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തി. ഇത് നിരുത്സാഹപ്പെടുത്തലുമായി വന്ന ആയത്താണ്. പള്ളിയുടെ അടുത്ത് വീട് കയറ്റേണ്ടയില്ല, മാറ്റി കയറ്റേണ്ടയില്ല.
ചിന്തിക്കണേ. ഇങ്ങോട്ട് 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 തന്ന കണ്ണ് ഇങ്ങോട്ട്, ചെവി ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്താ ഈ ആയത്ത് ചിന്തിച്ചില്ലേ? കുറെ ദൂരെയായിരുന്നു ഈ ഗോത്രക്കാരുടെ വീട്. ആ ഗോത്രക്കാര് മദീന പള്ളിയുടെ അടുത്തേക്ക് വീട് മാറ്റിക്കയറ്റാൻ ഉദ്ദേശിച്ചപ്പോൾ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തി. വേണ്ട, വീട് അവിടെ തന്നെ നിൽക്കട്ടെ. ഓരോ ജമാഅത്തുകളിൽക്കും നിങ്ങൾ അവിടെ തന്നെ വരികയും ചെയ്യട്ടെ. അവിടെ നിന്ന് വീട്ടിൽ നിന്നിറങ്ങി നിങ്ങൾ പള്ളിയിലേക്ക് ഓരോ നേരം നടക്കുകയും ചെയ്യട്ടെ. ഓരോ കാല് പൊക്കുമ്പോഴും ഒരു ദറജ സ്വർഗത്തിൽ ഉയർത്തപ്പെടുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവരുടെ ചവിട്ടടികൾ പോലും നക്തുബു, നാം എഴുതി വെക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈമാൻ ഉണ്ടെങ്കിൽ കാണാൻ കഴിയും. ഈമാൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വഴി. എന്തുകൊണ്ട്? ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്. അല്ലാഹുവിന്റെ വിളിയാളം കേട്ടിട്ട് ഒരു മനുഷ്യന് അത് ഉത്തരം കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ മുഹിബ്ബാണെങ്കിൽ, അല്ലാഹു എന്ന ചിന്ത അവന്റെ ഖൽബിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് ഇരിക്കാൻ കഴിയില്ല. പോകും, പോയിരിക്കും. അപ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ അമലുണ്ടാവും. അത് തമ്മിൽ വലിയ ബന്ധത്തില്ല. ഈമാനുണ്ടോ അമലുണ്ടോ? അടിത്തറ ഈമാന്, പക്ഷെ അതുണ്ടെങ്കിൽ മുളയുണ്ടെങ്കിൽ, മുള പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൊങ്ങുമല്ലോ. വിത്തിന് മുള പൊട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് പൊങ്ങുമല്ലോ, ഭൂമിക്ക് മുകളിലേക്ക് പൊങ്ങുമല്ലോ. എന്നതുപോലെയാണ് ഈമാൻ ബലിഷ്ഠമാണെങ്കിൽ അതിന്റെ മുള പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന മുളയാണ് ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ചിന്തിക്കണം, അതുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? വിശ്വാസം എന്നത് ചിന്തിക്കുന്ന മസ്തിഷ്കത്തിന്റെ സക്കാത്താണ്. മസ്തിഷ്കത്തിനൊരു സക്കാത്തുണ്ട്, അത് ചിന്തയാണ്. മനസ്സിനും ഖൽബിനും ഒരു സക്കാത്തുണ്ട്, അത് ഈമാനാണ്. അപ്പോൾ പിന്നെ അവയവം, അതിന്റെ സക്കാത്ത് അമലാണ്. ഇന്ന ലികുല്ലി ശൈഇൻ സക്കാത്ത്, ഏതൊന്നിനും സക്കാത്ത് ഉണ്ടെന്ന് പുണ്യ റസൂൽ എന്ന് പറഞ്ഞ സക്കാത്ത് കൊടുക്കുക എന്ന വ്യവസ്ഥാപിതമായ അളവുള്ള അതല്ല പറഞ്ഞത്. ഇന്ന ലികുല്ലി ശൈഇൻ സക്കാത്ത് ഹബീബായ റസൂൽ പറഞ്ഞ ഹദീസ് ഇമാം തുർമുദി രേഖപ്പെടുത്തി. കാലിന് സക്കാത്തുണ്ട്, കയ്യിന് സക്കാത്തുണ്ട്, കാലിനുണ്ട്. മസ്തിഷ്കത്തിന്റെ ചിന്തിക്കുകയാണ്. അല്ലാഹു വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. മനുഷ്യൻ ചിന്തിക്കണം, അത് മസ്തിഷ്കത്തിന്റെ സക്കാത്താണ്. ചിന്തിക്കാൻ മാത്രമുള്ള വാക്കുകളുടെ പറഞ്ഞു ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇരുന്നിട്ട് ചിന്തിക്കാൻ മാത്രം. ഈ സദസ്സിലെ ഓരോരുത്തർക്കും അതിൽ ചിന്തിക്കാൻ. മനുഷ്യൻ ചിന്തിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. എന്തുകൊണ്ട് നരകത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യരോട് പറയുന്നത് എന്താ? ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا
അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങൾ എന്തേ ചിന്തിച്ചില്ല? ചിന്ത എന്നത് മസ്തിഷ്കത്തിന്റെ സക്കാത്താണ്. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കം നല്ല മനസ്സോടുകൂടെ പറഞ്ഞാൽ നീട്ടിയൊന്നും പറയില്ല. ഞാൻ ഇന്ന് തർക്കീസ് ചെയ്തിട്ട് അതിന്റെ എസൻസ് മാത്രം ഓടിച്ചു തരും. പിന്നെ നമുക്ക് കാര്യമായി ദുആ ചെയ്യണം. ഈ ദുആക്ക് എല്ലാവരും ഇരിക്കണം. ഇത് ഖുർആനിലെ സദസ്സ് ഒരു തമാശ പോലും ഇതിൽ പറഞ്ഞിട്ടില്ല. ഈ 4 ദിവസം ഒരു തമാശ പോലും പറഞ്ഞിട്ടില്ല. വളരെ ചിന്തിക്കണം. അപ്പോൾ മസ്തിഷ്കം ചിന്തിച്ച് കാര്യങ്ങളെ കണ്ടെത്തും. ചിന്തിക്കാനുള്ള ഒരു പടി ഉണ്ടല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു അല്ലാഹു കിതാബ് ഇറക്കി, അല്ലാഹു വഹീ നൽകി, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് നൽകി. അപ്പൊ ചിന്തിക്കാൻ ഇവിടെ കണ്ടന്റ്. ഇന്നലെ ഞാൻ അവസാന ഭാഗത്ത് മനുഷ്യന്റെ ചിന്ത തിരിച്ചുവിടേണ്ട ചില അനിവാര്യതകൾ പറഞ്ഞിരുന്നു. അതിനവന് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനി, ആ കമ്പനിയുടെ കാറ്റലോഗ് ഇറക്കിയതുപോലെ മനുഷ്യർക്ക് അല്ലാഹു കിതാബിന്റെ കാറ്റലോഗ് ഇറക്കിയിട്ടുണ്ട്. ആ കാറ്റലോഗ് വിശദീകരിക്കുന്ന അതിന്റെ ആളുകളെ അല്ലാഹു അയച്ചിട്ടുണ്ട്, അമ്പിയാക്കളെ. അപ്പോൾ മസ്തിഷ്കം ചിന്തിച്ചാൽ നേരിലെത്തിച്ചേരും. ഉറപ്പ്. ഈ നേരിനെ അവലംബിച്ച് ചിന്തിച്ചാൽ നേരിലെത്തിച്ചേരും. ആ നേരാണ് ദീൻ, ഇസ്ലാം. ലോകം കണ്ട എല്ലാ സമുന്നതന്മാരും നിഷ്പക്ഷമായി ചിന്തിച്ചപ്പോൾ നേരിന്റെ പക്ഷത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. ആ പക്ഷമാണ് ബഹുമാനപ്പെട്ട ദീൻ. ആ ദീനിനെ ഖൽബ് ഉൾക്കൊള്ളും. വിശ്വാസം ഹൃദയത്തിലും മനസ്സിലും രൂഢമൂലമാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അവനെ ചെയ്യാതിരിക്കാൻ കഴിയും. രാവിലെ ഒരാൾ മുസ്ലിമായി, അതിരാവിലെ മുസ്ലിമായി, വെളുപ്പിന് വെയിലുദിച്ചിട്ട് ആടിനെ തീറ്റാൻ കൊണ്ടുപോകുന്ന ഒരാട്ടിടയൻ നബിയെ പറ്റി അറിഞ്ഞപ്പോൾ ആടിനെ മരുഭൂമിയിലാക്കിയിട്ട് ഖൈബറിലേക്ക് വന്നു. ഖൈബറിന്റെ പരിസരത്ത് അയാൾ ആട് മേയ്ക്കുകയായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ അയാൾ ആടിനെ ഖൈബറിന്റെ പ്രാന്തത്തിൽ വിട്ടിട്ട് നേരെ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് നബിയെ പറ്റി പഠിച്ചു. അപ്പോൾ അയാൾക്ക് വല്ലാത്ത വിശ്വാസം വന്നു. അയാൾ നബിയുടെ അടുത്ത് പോയി ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആട് അയാൾക്കൊരു ഭാരമായി. പിന്നെ ദുനിയാവൊക്കെ ഈമാൻ തലേ കയറിയ പിന്നെ ദുനിയാവ് ചിലപ്പോൾ ഭാരമാകും. ഈ ആടിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും നബിയെ എന്ന് ചോദിച്ചു. അയാൾ ഉടനെ അയാൾ അപ്പോൾ മുസ്ലിമായിട്ടുള്ളൂ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹ് അയാളോട് പറഞ്ഞേ, നീ കൊണ്ടുപോയിട്ട് ജൂഡന്റെ അതിന്റെ ആടിനെ വളക്കുന്ന അതിന്റെ കൂട്ടിനടുത്തേക്ക് അങ്ങോട്ട് വിട്. ഏകദേശം കൊണ്ട് ആട് വഴി കയറിയ പിന്നെ അങ്ങനെ പോകും. അത് ആടിന്റെ ഒരു രീതിയാണ്. എന്നിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു പോര് എന്ന്. അയാൾ ആടിനെ എങ്ങനെ ഏകദേശം ജൂതന്റെ അമാനത്താണല്ലോ, അത് ജൂതന് കിട്ടാവുന്ന രൂപത്തിലേക്ക് ആക്കിയിട്ട് അയാൾ മുസ്ലിമായതിനു ശേഷം പിന്നെ ജൂതന്റെ അടുത്ത് പോയാൽ തിരിച്ചു വരാൻ കഴിയും. ഈ അങ്ങനെ ആടിനെ സുരക്ഷിതമാക്കി എത്തിച്ചിട്ട് അയാൾ നേരെ തിരിച്ചു വന്നു. അയാൾ ഹബീബായ റസൂലുള്ളാഹ് തങ്ങളെ അരികിൽ തിരിച്ചു. അപ്പോൾ മുസ്ലിമായിട്ടുള്ള അയാൾ ഈമാൻ അപ്പോൾ അയാളെ കൽബിൽ കയറിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ആളുകൾ പടച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവര് യുദ്ധത്തിന് പോവുകയാണ്, ഞാനും പോവുകയാണ്. ഈമാൻ തടിക്കുള്ളിൽ കയറിയപ്പോൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കണമെന്ന് ഈ മനുഷ്യന് തോന്നി. സുബ്ഹാനല്ലാഹ് വഫറ വഖറ ഇലൽ ജിഹാദ്. യുദ്ധക്കളത്തിലേക്ക് പുണ്യനബിയുടെ അനുവാദവും വാങ്ങി എടുത്തു ചാടി. അടുത്ത ക്ഷണത്തിൽ അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പോൾ വിശ്വാസം ശക്തമാണെങ്കിൽ അതിന്റെ ആന്തോളനം ഉണ്ടാവും. അതാണ് അമലു സ്വാലിഹ്. ചിലപ്പോൾ അത് ജിഹാദാണ്, ചിലപ്പോൾ അത് നിസ്കാരമാണ്, ചിലപ്പോൾ എന്നാൽ അനിവാര്യമായ ഓരോ അനിവാര്യതക്കനുസരിച്ച്. അല്ലാതെ ഊതി വീർപ്പിച്ചത് തോന്നിയതിന്റെ പിന്നാലെ ചാടുക എന്ന ഭീകരവാദമല്ല പറഞ്ഞത്. ഇമാമ് കൽപ്പിക്കുന്നതനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യും. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. വേറെ ഒരാൾ പുണ്യ റസൂൽ ഉറക്കപ്പറ, പുണ്യ റസൂൽ കൽബൊന്ന് നിറച്ചു പറ, പുണ്യ റസൂൽ
ഒരു സാധുവായ മനുഷ്യനെ ഒരിക്കൽ യുദ്ധത്തിന് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കൂടെ കൊണ്ടുവന്നിരുന്നു. സീനിയക്കാരൻ കാപ്പി കറുത്ത ഒരു അടിമ. അയാൾക്ക് ഒന്നും അറിയൂല, യുദ്ധത്തെ പറ്റിയോ മറ്റോ ഒന്നും അയാൾക്ക് അറിയില്ല. അയാൾ നബിയെ ഞാനും പോരട്ടെ നബിയെ യുദ്ധത്തിന്. അയാളുടെ ഈമാൻ കാരണം അയാൾക്ക് ഹബീബായ റസൂലുള്ളാഹിയുടെ കൂടെ യുദ്ധത്തിന് പോകണം. അങ്ങനെ പറ്റി പറഞ്ഞ് നബിയുടെ പിന്നാലെ കൂടി ഈ മനുഷ്യൻ. അങ്ങനെ ഈ മനുഷ്യൻ യുദ്ധക്കളത്തിലെത്തിയപ്പോ റസൂലുള്ളാഹി ഇങ്ങനെ ചിന്തിച്ചു, പാവം അയാൾക്ക് യുദ്ധത്തെ പറ്റി ഒന്നും അറിയില്ല. അയാളെ നമ്മള് യുദ്ധത്തിന് വിട്ടാല് അയാളെ ഒന്നാം ക്ഷണത്തിൽ തന്നെ ആരെങ്കിലും കൊന്നുകളയും. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ കൊടുക്കണമല്ലോ. അപ്പോഴാണ് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളെയും കഴുതകളെയും തീറ്റിപ്പോറ്റാനുള്ള ഉത്തരവാദിത്തം അയാളെ ഏൽപ്പിച്ചു. അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതകളെയും കുതിരകളെയും ഒട്ടകങ്ങളെയും ഒക്കെ ഒന്ന് തീറ്റിപ്പോറ്റി കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അയാളോ തീറ്റിപ്പോറ്റി പോകും. അങ്ങനെ തീറ്റ കൊടുത്ത്, ഇങ്ങനെ മരുഭൂമിയിൽ തീറ്റ കൊടുത്ത് മേയിച്ച് അയാൾ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ പിന്നെ അടുത്ത ഒരു കന്നിനെ, അടുത്ത ഒരു കുതിരയെയും ഒട്ടകത്തെയും വീണ്ടും അയാളെ ഏൽപ്പിക്കും. അയാൾ വീണ്ടും അത് തീറ്റാൻ പോകും. ഇങ്ങനെ പോയി വരും. നബിയുടെ കൽപ്പന അങ്ങനെ സ്വീകരിച്ച് ഇയാൾ ഇങ്ങനെ പോയി ഒട്ടകത്തെ തിരിച്ചു കൊണ്ടുവരും. പിന്നെ അടുത്ത വിശന്ന ഒട്ടകത്തെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരിക്കലും ഇയാൾ ഇങ്ങനെ വരുമ്പോൾ തീറ്റിച്ചിങ്ങനെ വരുമ്പോൾ അയാളുടെ കൂട്ടുകാര്, അയാളുടെ കൂടെ തമ്പിൽ നിൽക്കുന്നവർ, യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് അവര് ഒരു പൊതിയെടുത്തത് ഇയാളെ കയ്യിൽ കൊടുത്തു. ഇയാൾക്ക് പൊതി കിട്ടിയപ്പോൾ എന്താ ഇത് എന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതുവരെ കഴിഞ്ഞ യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഹരി ചെയ്തു. നിനക്കുള്ള ഓഹരിയ. നീ അപ്പോൾ നബി അന്വേഷിച്ചിരുന്നു, നിന്നെയും കൂട്ടണം. യുദ്ധത്തിന് വന്ന എല്ലാവർക്കും ഓഹരിയുണ്ട്. അവര് കണ്ണിനെ തേറ്റിയാലും വേണ്ടില്ല, വാൾത്തലപ്പിൽ നിന്നാലും വേണ്ടില്ല. യുദ്ധത്തിന് വന്നവർക്കൊക്കെ അതിന്റെ ഓഹരിയുണ്ട്. നിന്റെ ഓഹരിയ. നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ പറയും, നബിയെ അവന് ഒട്ടകത്തിൽ തീറ്റാനുള്ള തിരക്കിലാണ്, അവിടെ പുറത്താണ്. അപ്പോൾ അവന് വരുമ്പോൾ കൊടുത്തേക്കൊന്ന് പറഞ്ഞ് ഈ ഓഹരി നിനക്ക് വേണ്ടി ഇത് കിട്ടിയ വലിയ ഓഹരി ചെയ്തതാ, ഞങ്ങളെ നബി ഏൽപ്പിച്ചു, അവൻ വരുമ്പോ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചതാ. അയാൾ അത് തുറന്നു നോക്കി. അപ്പോൾ പറഞ്ഞു, ഷെയ്ഖും നോക്കിയപ്പോൾ കുറച്ച് വെള്ളിയുണ്ട്, കുറച്ച് സ്വർണ്ണമുണ്ട്. ആ മനുഷ്യന്റെ മുഖം ഇരുന്നു പോയി. അയാൾ അതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ അതിങ്ങനെ കയ്യിൽ പിടിച്ച് നേരെ നടന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു പോയി, അയാൾക്ക് അത് കുറഞ്ഞിട്ടുണ്ടാകും. അയാൾ ധരിച്ചത്, അയാൾ ഒരു പക്ഷേ അയാൾ ഇല്ലാത്ത നേരത്തെ ഓഹരി ചെയ്തത് കൊണ്ട് അയാൾക്കത് കുറഞ്ഞു പോയി എന്ന് അയാൾ ധരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ആ ആളുകൾക്ക് ഒരു വിഷമവും തോന്നി. ഇയാൾ നബിയെ പോയിട്ട് വല്ലതും പറയോ, നബി ഞാനില്ലാത്ത നേരത്തെ നിങ്ങൾ ഓഹരി ചെയ്ത് എനിക്ക് ഓഹരി കുറച്ചില്ലേ എന്ന് നബിയോട് ഇയാൾ പറയുമോ എന്നും എല്ലാവർക്കും ഒരു ആധി. ഇയാൾ ഉറച്ച കാൽവെട്ടുകളോടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ഇങ്ങനെ നടന്നു. അപ്പോൾ ആളുകൾ ബാക്കിൽ വന്ന്, എന്താ ഇയാൾ നബിയെ വല്ലതും പറയോ, ഇയാൾ നബിയുമായി ശണ്ട കൂടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രാമീണന, കറുത്ത കാപ്പിരി അടി, ഇയാൾക്കൊന്നും അറിയാത്തൊരു പാവ. നബിയോട് വല്ലതും പറഞ്ഞ് കയറുക്കോ? അയാൾ നടന്നു. ഹബീബായ റസൂലുള്ളാഹിയുടെ അരികിൽ ഒരു പീഠമുണ്ടായിരുന്നു. ആ പീഠത്തിന്റെ മുകളിൽ ഈ സ്വർണവും വെള്ളിയുമുള്ള ഈ പൊടി അയാൾ വെച്ചിട്ട് നബിയോട് ചോദിച്ചു, നബിയേ മാ ഹാദിഹി യാ റസൂലല്ലാഹ്, നബിയേ അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഖിസ്മത്തുൻ ലക മിനൽ ഗനീമ, ഞാൻ തഖ്സീം ചെയ്തതാ, ഓഹരി ചെയ്തതാ, നിനക്കുള്ള ഓഹരി.
അങ്ങോട്ട് നോക്ക്. ഈമാനുള്ളവന് അമലുണ്ടാവും. ഈമാനുള്ളവന് അമലുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യൻ ഹബീബായ നബിയോട് പറഞ്ഞു, പുണ്യ നബിയേ, മാ അലാ തബഅതുക വ ഇന്നമാ തബഅതുക അനുർമാഹുനാ. നബിയേ, ഞാൻ ഇതിനു വേണ്ടിയാണോ നിങ്ങളെ പിന്നാലെ കൂടിയത്? ഇതിനു വേണ്ടിയല്ലല്ലോ നിങ്ങളെ പിന്നാലെ ഞാൻ കൂടിയത്. ഞാൻ പിന്നാലെ കൂടിയത് നബിയേ, നിങ്ങൾ എനിക്ക് വെള്ളിയും സ്വർണവും തന്നെന്നും എന്നെ തൃപ്തിപ്പെടുത്തേണ്ട നബിയേ. ഞാൻ സ്വർണത്തിന്റെ കൂടിയതല്ല, ഞാൻ വെള്ളിക്ക് കൂടിയതല്ല. ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടിയത് അല്ലാഹുവിന് വേണ്ടി ശത്രുക്കൾ യുദ്ധക്കളത്തിലെത്തി എന്റെ കഴുത്ത് മുറിക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. എന്നെ ഇവിടെ വെട്ടണം, ഇവിടെ കുത്തണം. ശത്രുക്കൾ എന്റെ അല്ലാഹുവിന് വേണ്ടി, നന്മക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, സത്യത്തിന് വേണ്ടി ചിന്തിക്കണം. വ്യവസ്ഥാപിതമായ യുദ്ധമാണ് ഈ പറയുന്നത്, അല്ലാതെ ജനങ്ങളുടെ മേക്കെട്ട് കയറലല്ല. അതും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബിയെ, ഞാൻ വന്നത് എനിക്കൊന്ന് ശ്രദ്ധിക്കുമോ? ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വെട്ടിപ്പൊളിക്കാനാ. അത് നടന്നിട്ടില്ല. നിങ്ങൾ എനിക്ക് സ്വർണം തന്നാലും എനിക്ക് തൃപ്തിയാവും. എനിക്ക് എത്ര തന്നാലും തൃപ്തിയാവും. അപ്പോൾ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന് യുദ്ധത്തിന് പോകാൻ സമ്മതം കൊടുത്തു. എന്നാ നീ ആടിനെ തീറ്റാൻ, കന്നിനെ തീറ്റാൻ പോവേണ്ട, ഒട്ടകത്തെ തീറ്റാൻ പോവേണ്ട, നീ ഇനി യുദ്ധത്തിന് പോയിക്കൊള്ളു. ഈ മനുഷ്യൻ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ഈ മനുഷ്യന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു പിടി മുറിഞ്ഞ ഒരു കത്തിയാണ് ഇയാൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മനുഷ്യൻ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ആളുകൾ, സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഫമാ ഈമാനുഹു വമാ ശജാഅതുഹു. എന്തൊരു ഈമാനാണ്, എന്തൊരു ധീരതയാണ്, എന്തൊരു ഈമാനാണ്, എന്ത് ധീരതയാണ്. ആ വാക്ക് ജനങ്ങൾ പറഞ്ഞു പിരിഞ്ഞില്ല. യുദ്ധക്കളത്തിൽ നിന്ന് ആളുകൾ അയാളെ ചുമന്നുകൊണ്ടുവന്നു. അപ്പോഴത്തേനും മനുഷ്യൻ മരിച്ചുപോയി. ഈമാനുണ്ടെങ്കിൽ അത് അനിവാര്യമായ ഘട്ടത്തിലൊക്കെ ഉണ്ടാവും. ബാങ്ക് കൊടുത്തിട്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. ഈമാനുണ്ടെങ്കിൽ വളരെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അമൽ വ്യവസ്ഥാപിതമായ നമസ്കാരമാണ്. പിന്നെ വ്യവസ്ഥാപിതമാക്കി തീർക്കേണ്ട മറ്റു സാമൂഹിക വർക്കുകളാണ്. നിസ്കാരം ഒരു വ്യവസ്ഥാപിതമായ അമലാണ്. നോമ്പ് ഒരു വ്യവസ്ഥാപിതമായ അമലാണ്. ഹജ്ജ് ഒരു വ്യവസ്ഥാപിതമായ അമലാണ്. മദ്രസയോ നാം വ്യവസ്ഥയുണ്ടാക്കി ചെയ്യേണ്ട അതും അമലാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ സ്കൂളിൽ മതപഠനം അനുവദിച്ചിരുന്നു. ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കായി മാറിയപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. സ്കൂളിൽ മതപഠനം അനുവദിക്കരുത് എന്ന് ചില ആളുകൾ പെരുമ്പറ കൊട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് മണത്തറിഞ്ഞൊരു മനുഷ്യൻ മറ്റാരുമല്ല, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി റഹിമഹുല്ലാഹ്. ആ മനുഷ്യൻ ബഹുമാനപ്പെട്ടവർ കേരളം മുഴുവനും മദ്രസയ്ക്ക് വേണ്ടി ഓടി. അതൊരു അമൽ സ്വാലിഹാണ്. കായവും പുഷ്പം വന്നിരിക്കുന്നു, അതിന്റെ ഉൽപ്പന്നങ്ങളായിന്ന് പരലക്ഷം പരദശലക്ഷം ജനങ്ങളിൽ നിന്ന് കേരളത്തിൽ ഇന്നുവരെ എത്രയാള് മരിച്ചുപോയി.
എത്രയാൾ ജീവിച്ചിരിക്കുന്നു, എത്രയാൾ മാസം നുകർന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ മുഅ്മിനെ നോക്കി നോക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അമൽ സ്വാലിഹുണ്ട്. അമൽ സ്വാലിഹ് അനിവാര്യമായ കാര്യങ്ങൾ അനിവാര്യമായ സന്ദർഭത്തിൽ ചെയ്യുന്നതെല്ലാം അമൽ സ്വാലിഹ്. സുബഹിയുടെ ബാങ്ക് കൊടുത്താൽ പിന്നെ അവിടെ അമൽ സ്വാലിഹ്, അവിടുത്തെ അമൽ സ്വാലിഹ് എണീറ്റ് സുബഹി നിസ്കരിക്കുക. അത് നിർബന്ധമാണ്. ചിന്തിക്കുക. പിന്നെയോ നേരം വെളുത്ത് പുറത്തിറങ്ങി മഈശത്തിന് പോകൽ, അത് നിയ്യത്ത് നന്നായാൽ അമൽ സ്വാലിഹ്. ഒരാൾ രാത്രി ഉറങ്ങാൻ നേരത്തെ നിയ്യത്ത് ചെയ്തു, രാവിലെ എണീറ്റിട്ട് എന്റെ ഭാര്യ മക്കളുടെയും എന്റെ ഹലാലായ മഈശത്ത് തേടി ഞാൻ ഒരു ഏർപ്പാടിന് പോകുമെന്ന് നിയ്യത്ത് ചെയ്തു ഒരാൾ ഉറങ്ങിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം വെളുക്കുമ്പോഴത്തിന് ആ മനുഷ്യന്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പുണ്യനബി. കൈക്കോട്ട് പണിക്കാരൻ വൈകുന്നേരം കിടക്കുമ്പോൾ നിയ്യത്ത്, നാളെ ഞാൻ രാവിലെ കൈക്കോട്ടാൽ എന്നിട്ട് എന്റെ കുടുംബം പോയിട്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കുക. കച്ചവടം അമൽ സ്വാലിഹാണ്, കൈക്കോട്ടാൻ കിളക്കുന്നത് അമൽ സ്വാലിഹാണ്. ജോലിക്ക് പോകുന്നു, കച്ചവടത്തിന് പോകുന്നു, ഓഫീസിൽ പോകുന്നു, എല്ലാം അത് അല്ലാഹു അനുവദിച്ച കർമ്മമാണെങ്കിൽ അത് നിയ്യത്ത് നന്നായാൽ അതും അമൽ സ്വാലിഹ്. എല്ലാം അമൽ സ്വാലിഹ്. لأمر المؤمن فإن الأمر كله له قال رسول الله. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വളരെ അത്ഭുതമാണ്. എല്ലാം അവനവനാണ്. അല്ലാഹു ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കുക. ഞാൻ അമൽ സ്വാലിഹിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്തും ഇതൊരു അമൽ സ്വാലിഹാണല്ലോ. അമൽ സ്വാലിഹാണല്ലോ. ഇന്നൽ ഇസ്തിമാല ബിൽ ഇൽമി മിൻ അഫ്ളൽ ത്വാഅ, ഏറ്റവും വലിയ ആരാധന വിജ്ഞാനവുമായി ബന്ധപ്പെട്ട. എപ്പോൾ സാധാരണയായി ഇത്തരം സാമൂഹിക വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി വലിയ പ്രയാസങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ നിർത്തിയാലോ എന്ന് തോന്നിപ്പോകും. പലപ്പോഴും തങ്ങളടക്കം പല ആളുകളും എനിക്ക് ശക്തി തന്നിട്ടുണ്ട്. ഇപ്പോഴും ഇന്ന് ഈ വേദിയിൽ പോലും ഇരുന്ന് അദ്ദേഹം എന്നോട് പറയും, പ്രതിസന്ധികൾ സ്വാഭാവികമാണ്, അതൊന്നും നമ്മൾ കണക്കാക്കണം. നമ്മൾ നമ്മളെ പണിയെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട് ഫഇന്നൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളൽ ത്വാഅത്ത്. ഇവിടെ ഖുർആനിലെ ദഅവത്തിനെ പറ്റി ചിന്തിക്കണം. അത് ആര് ദഅവത്ത് ചെയ്യുകയാണെങ്കിലും ഈ ഒരു റഹ്മത്തുള്ളയല്ല, ആര് ദഅവത്ത് ചെയ്യുകയാണെങ്കിലും അല്ലാഹു എന്ന് ലക്ഷ്യപ്പെട്ട് ആര് ദഅവത്ത് ചെയ്താലും അതിനെപ്പറ്റി ചിന്തിക്കണം. അത് അല്ലാഹുവിന് വേണ്ടിയുള്ള, ദീനിന് വേണ്ടിയുള്ള ഒരു കർമ്മമാണ്. അതിനേക്കാൾ വലിയ കർമ്മമില്ല. ഇന്നൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളൽ ത്വാഅത്ത്. ആരാധനകളിലെ ഏറ്റവും വലിയ ആരാധന വിജ്ഞാനവുമായി ബന്ധപ്പെടലാണ്. 6 മാസം ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ആളുകൾ ഇവിടെ വന്നത്. കേവിയും മോയിൻകുട്ടി മാഷും പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടമില്ലല്ലോ ഈ ആളുകൾ ഒരു അക്ഷരം പഠിച്ചപ്പോൾ. മൻ അല്ലമ ഹർഫൻ ഫഹുവ അബ്ദുൻ ലഹു. ഒരാൾ ഒരു അക്ഷരം പഠിപ്പിച്ചാൽ ആ പഠിപ്പിച്ചവന്റെ അടിമയായി തീരുമെന്ന് പുണ്യ റസൂൽ. ഉറക്കെ പറഞ്ഞ റസൂൽ പഠിക്കാൻ കാരണമായി. ത്വലബുൽ ഇൽമി ഖൈറുൻ മിൻ ഖിയാമി ലൈല. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മണിക്കൂർ അറിവ് പഠിക്കുന്നത് ഒരു രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ. അപ്പോൾ വഅലുണ്ടാക്കുന്ന വലിയ അതിന്റെ ലക്ഷ്യം കേവലമുള്ള ഭൗതികമായ താല്പര്യമാകരുത് എന്ന് മാത്രം. ലക്ഷ്യം നന്നായിട്ടില്ലെങ്കിൽ പിന്നെ ഒക്കെ മോശം. ഹജ്ജിന് പോകലും ഉംറക്ക് പോകലും നിസ്കരിക്കാൻ പോകലും ഒക്കെ മോശം. ലക്ഷ്യം മോശമായ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. ഖുർആൻ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട നിസ്കാരം പോലും നിയ്യത്ത് നന്നായിട്ടില്ലെങ്കിൽ അത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, അത് നരകത്തിലേക്കായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം. ചെയ്യും
പത്രങ്ങളിൽ നിന്ന് അച്ചടിച്ചു വരുന്നതിനെ കുറിച്ച് എല്ലാവരും വേവലാതിപ്പെടും. ഇവിടെ പ്രഭാഷകരൊക്കെ പറഞ്ഞു പത്രങ്ങളിൽ ഇങ്ങനെ വരും. ശരി ശരി, ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അതിന് പരിഹാരം വേണ്ടേ? എന്താ പരിഹാരം? പരിഹാരം ഇത് ഖനിയിൽ നിന്നെടുത്തപ്പോൾ വൃത്തികേടുള്ള ഒരു ഇരുമ്പിന്റെ കഷ്ണം, കുറെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ രൂപത്തിലല്ല ഇതിനെ ഖനിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ അതിന്റെ ഉള്ളിലുള്ള വൃത്തികേട് നീക്കം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത്? ഇതിനെ കൊണ്ടുപോയി ചൂളയിലിട്ട് തീ അങ്ങോട്ട് കയറി. തീ അങ്ങോട്ട് കയറിയപ്പോൾ അങ്ങോട്ട് പുറത്തു പുറത്തു أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل. الله نملك അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെടുത്തിട്ട് അസംസ്കൃതമായ ഇരുമ്പിനെ ഖനിയിൽ നിന്നെടുത്തിട്ട് ചൂളയിലിട്ടപ്പോൾ കിടന്നു പോയല്ലോ. മനുഷ്യന്റെ ചൂള വിജ്ഞാനം മനുഷ്യന്റെ ചൂള. പച്ചമണ്ണിനെ ഇഷ്ടികയാക്കിയാൽ നല്ല ഈട് കിട്ടും. ഇഷ്ടികയാക്കണമെങ്കിൽ ചൂളയിലൊക്കെ ഇരുമ്പിനെ ശുദ്ധീകരിച്ചാൽ ഈട് കിട്ടും. അതെന്തിന്? ചൂളയിൽ മക്കളെ ചിന്തിക്കുക. അതിന്റെ ചൂള തിരുത്തിയാണെങ്കിൽ മനുഷ്യ നിന്റെ ചൂള വിജ്ഞാനമാണ്. വിജ്ഞാനം കൊണ്ടുവന്ന് കൊടുക്കും സയ്യിദ്നാ ജിബ്രീൽ. മനസ്സ് തുറന്നു പറ, ഉറക്കെ പറ, വെറുതെ ഇരിക്കല്ല. വിജ്ഞാനം കൊണ്ടുവരും ഹബീബായ റസൂലുള്ളാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കൂടെ വിരിപ്പിൽ കിടക്കുന്ന നേരത്ത് പോലും വിജ്ഞാനം കൊണ്ടുവന്നിട്ടുണ്ട് സയ്യിദ്നാ ജിബ്രീൽ. വിജ്ഞാനവും കൊണ്ടുവരും. എത്ര അതിശക്തമായ തണുപ്പുള്ള രാത്രിയാണെങ്കിൽ പോലും ഒന്നും രണ്ടും കമ്പിളിപ്പുഴപ്പുകൾ കൊണ്ട് മേലെ ഉടയിട്ട് പുതച്ചാൽ പോലും ഞങ്ങൾക്ക് തണുപ്പ് മാറാത്ത അതിശക്ത ശൈത്യമുള്ള രാത്രിയാണെങ്കിൽ പോലും വിജ്ഞാനം സയ്യിദ്നാ ജിബ്രീൽ നൽകിയാലോ. അവിടുത്തെ നെറ്റിത്തടം വിയർപ്പോണ്ടിങ്ങനെ ചൊരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇങ്ങനെ ചൊരിയും, വിയർപ്പിങ്ങനെ ചൊരിയും. വിയർപ്പിങ്ങനെ ചൊരിയും, ഇങ്ങനെ വിയർപ്പിങ്ങനെ കുളിക്കും. എന്തുകൊണ്ട്? വിജ്ഞാനം കേട്ടി സയ്യിദ്നാ ജിബ്രീൽ. ഉറക്കപ്പറ, വിജ്ഞാനം കേട്ടി സയ്യിദ്നാ ജിബ്രീൽ. ചൂടുള്ളിലേക്ക് കയറുമ്പോ വിയർപ്പ്, മനുഷ്യന്റെ തടി ചൂടായ വിയർപ്പ് വരും. അങ്ങനെ വരും. സയ്യിദ്നാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജ്ഞാനം അങ്ങോട്ട് കയറി, തടിയിലേക്ക് കയറ്റി സയ്യിദ്നാ ജിബ്രീൽ. നെറ്റിത്തടങ്ങനെ വിയർത്തിട്ടിങ്ങനെ കുളിച്ചിട്ടിങ്ങനെ ഒഴുകും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മനുഷ്യ ഇത് അമലു സ്വാലിഹാത്താണ്, പ്രധാനപ്പെട്ട അമലു സ്വാലിഹാത്താണ്. സ്വാലിഹാത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഅളുണ്ടാക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക. فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. ഒരിക്കൽ മദീന നിവാസികൾ ഒന്നടങ്കം യുദ്ധത്തിനിറങ്ങി വന്നു. അതിന് കാരണമുണ്ട്. തബൂക്കിലേക്ക് പോയപ്പോൾ ചില ആളുകൾ യുദ്ധത്തിന് ഏൽപ്പിച്ചവർ തന്നെ വന്നില്ല എന്നതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരായ ചില തീരുമാനങ്ങൾ എടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ മദീന നിവാസികൾ ചിന്തിച്ചു, ഇനി ഒരു യുദ്ധമുണ്ടായാൽ നമുക്ക് പറയുന്നതും പറയാത്തവരും ലിസ്റ്റിലുള്ളവരും ഇല്ലാത്തവരും എന്നൊന്നും നോക്കേണ്ടയില്ല, നമുക്കൊക്കെ യുദ്ധത്തിന് പോകണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നൊരു യുദ്ധമുണ്ടായി.
യുദ്ധമുണ്ടായപ്പോൾ ഒന്നടങ്കം ഇറങ്ങി വന്നു അസ്ഹാബു റസൂലില്ലാഹ്. മദീനക്കാരിറങ്ങി വന്നപ്പോഴാണ് ആയത്തിറങ്ങിയത്. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. അങ്ങനെ എല്ലാവരും യുദ്ധത്തിന് പോകാൻ പാടില്ല. എന്തുകൊണ്ട്? എപ്പോഴും ഒരു സംഘം ഇരുന്ന് പഠിക്കണം. എന്തുകൊണ്ട്? മനുഷ്യനെ നന്നാക്കണമെങ്കിൽ അത് യുദ്ധത്തിന് കഴിയില്ല, വിജ്ഞാനത്തിനെ കഴിയൂ. അപ്പോൾ ഏറ്റവും വലിയ അമലാണ് വിജ്ഞാനമുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനെതിരാകരുത്, അതിനെതിരെ പറയരുത്, അതിനെതിരെ ചിന്തിക്കരുത്. ഇത് ഇങ്ങനെ ഒരു ദഅവത്തിന്റെ മാർഗത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും എത്ര പ്രതിസന്ധികൾ ഉണ്ടാവും. നന്മയുടെ മുഴുവനും ഞാൻ വഴി സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അടഞ്ഞു നിൽക്കുമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞിട്ടില്ലേ? ഏത് നന്മയും അവൻ ആ നന്മയുടെ വാതായനങ്ങൾ അടക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നന്മ ചെയ്യുമ്പോൾ എല്ലാ പ്രതിസന്ധി ഉണ്ടാവും. പിന്നെ എന്താണ് ആ പ്രതിസന്ധി? അത് നെഞ്ചുകോടുകൂടെ നമ്മുടെ പ്രവർത്തകന്മാരും മറ്റൊക്കെ മുന്നിൽ നിന്ന് പ്രതിസന്ധിയെ നേരിടാനുള്ള കാരണമല്ല, അതൊരു നന്മയാണ്. അത് ആരാധനയിലെ ഏറ്റവും വലിയ ആരാധന വിജ്ഞാനത്തിന്റെ പ്രചാരണമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനേക്കാൾ വലിയ കാര്യമില്ല. ബാപ്പ മഗ്രിബ് മുതൽ സുബഹി വരെ നിസ്കരിച്ച് മോന് ദർസ് പോയി 1 മണിക്കൂർ പഠിച്ചു പോന്നു. ആർക്കാ കൂടിയ കൂടുതൽ? ആർക്കാ കൂടിയ? ബാപ്പ മഗ്രിബ് മുതൽ സുബഹി വരെ നിസ്കരിച്ചു, മോൻ 1 മണിക്കൂർ ദർസിൽ പഠിച്ചു. ആർക്കാ കൂലി? ത്വലബുൽ ഇൽമി ഖൈറുൻ മിൻ ഖിയാമി ലൈല. 1 മണിക്കൂർ വിജ്ഞാനം പഠിക്കുന്നത് ഒരു രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ്. എന്റെ മോനാ കൂലി കൂടുതൽ. പിന്നെ ബാപ്പാക്ക് അവിടെ കൂലി കിട്ടും. ഈ മോൻ നല്ലവൻ, ബാപ്പ നല്ലവനായത് കൊണ്ടാണല്ലോ മോൻ പള്ളി പോയത് എന്നതുകൊണ്ട് ഈ മോന്റെ ഒരു മിഥ്യ സ്വഭാവം ബാപ്പായിലേക്ക് ചേരും. അമൽ എന്ന തലത്തിൽ നോക്കിയാൽ 1 മണിക്കൂർ വിജ്ഞാനവും ഒരു രാത്രി മുഴുവൻ നിസ്കാരവും നോക്കിയാൽ അമൽ സ്വാലിഹിൽ ഏറ്റവും പ്രധാനം 1 മണിക്കൂർ വിജ്ഞാനം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുണ്ടോറും നിന്മ നൽകും മഹൽ ഗുണം വിദ്യ തന്നെ മഹാധനം. ജ്ഞാനത്തിനേക്കാൾ വലിയൊരു സംഗതിയില്ല. ആ പള്ളി ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി, അതിനൊക്കെ കഷ്ടപ്പെട്ട് ഓടുന്ന മനുഷ്യന്മാർ അല്ലാഹുവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എത്ര ലേലം വിളിക്കും ഉസ്താദുമാർ. എന്തിനാ ലേലം വിളിക്കുന്നത്? ഒരു കോഴിമുട്ട ലേലം വിളിക്കും. ചിലപ്പോൾ 10,000 നന്മക്ക് വേണ്ടി പണം വേണ്ടി വരും. നമ്മുടെ നാട്ടിലെ എത്രയെത്ര സഹോദരിമാർ ഇവിടെ ഈ മണ്ണിൽ മരിച്ചു കിടക്കുന്ന എത്രയോ ഖബറുകൾ പോയി മതിയായി എത്രയോ സാധാരണക്കാരിയായ പെണ്ണുങ്ങളുടെ കഫം പുടവ പോലും പൊക്കിയിട്ടുണ്ടാവില്ല. അവരെ കഫം പുടവ പുഴു കഴിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? അങ്ങനെയുള്ള എത്ര പെണ്ണുങ്ങൾ ഈ മണ്ണിൽ കിടക്കുന്നുണ്ട്. എന്താണ് ആ പെണ്ണിന്റെ മാറ്റം? അപ്പെണ്ണിന് ആകെയുള്ളത് അധ്വാനിച്ച് ഭർത്താവും ഭാര്യയും കൂടി അധ്വാനിച്ച് മിച്ചം പിടിച്ച് അവസാനം ചില പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യും? കുടുംബത്തിന്റെ ബാധ്യത കഴിഞ്ഞാൽ അവസാനം ഭർത്താവും ഭാര്യയും കൂടി അധ്വാനിച്ചതിന്റെ മിച്ചത്തിൽ നിന്ന് വെള്ളിച്ചിത്തി എന്ന് പറയും. വെള്ളിച്ചിത്തി കാതിലിങ്ങനെ പെണ്ണുങ്ങൾക്ക് കുറച്ച് അവസാനം ആവുമ്പോഴേ ഈ പെണ്ണുങ്ങൾക്കൊക്കെ വെള്ളിച്ചിട്ടൊക്കെ കിട്ടൂ. കാരണം അത്രയും സ്വർണ്ണല്ല, വെള്ളിച്ചിട്ട് ഇങ്ങനെ ഇടും. വെള്ളിച്ചിട്ട് കാതൊക്കെ ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ കുടുംബത്തിനൊക്കെ വരുമ്പോ വിരുന്നുകാരൊക്കെ വരുമ്പോ അവർക്ക് ഈ കാതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് എന്റെ പുതിയ ചിത്രങ്ങളൊക്കെ കാണിച്ച് ആ റാഹത്തിലുള്ള ആ ആഴ്ചയായിരിക്കും നല്ല നാവിന് നീളമുള്ള ഒരു മുസ്ലിയാരെ മദ്രസ കമ്മിറ്റി കൊണ്ടുവരും.
എന്റെ മദ്രസയുടെ സൈഡ് പൊളിഞ്ഞാടിയിട്ടുണ്ട്. ലേലം വിളിയെ ആക്ഷേപിക്കണ്ട. ഇത് ലേലം വിളിച്ചിട്ടാണ് ഈ ദീനൊക്കെ ഇവിടെ നടന്ന. ഇനി എന്താ വിചാരിച്ചത്? മുതലാളിമാരും ഈ ഡോളറും പൈസയും പെർമാണൊക്കെ എന്നല്ലേ ഇവിടെ വന്നത്. കോഴിമുട്ടക്ക് വാവാട് കുഞ്ഞിക്കോയ മുസ്ലിം പറയും അത് തറവാട്ടുകാരനാണ്. കോഴിമുട്ട തറവാട്ടുകാരനാണ്. അത് ലേലം വിളിച്ചിട്ട് പള്ളി മദ്രസയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. നിങ്ങൾ ചിന്തിക്കണം. സാരപ്പെട്ട സംഗതിയല്ല. അല്ലാതെ ഇവിടുന്ന് ഈ പണമൊക്കെ ഇവിടെ ഉണ്ടായത്. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞോട്ട് പോവുകയാണ്. ചിന്തിക്കണം. അനിവാര്യത വെച്ച് ചെയ്യുന്നതൊക്കെ അമൽ സ്വാലിഹാത്ത്. എന്ത് ചെയ്യും? നല്ലൊരു മുസ്ലിയാരെ കൊണ്ടുവന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ദാനത്തെ പറ്റി പറയും. അതൊക്കെ ദാനം തന്നെയല്ലേ? മദീനയിൽ ക്ഷാമമുള്ള ദിവസം ചെവിയൊന്നിങ്ങോട്ട് മദീനയിൽ ക്ഷാമമുള്ള മദീനയിൽ വിശപ്പെടുക്കാൻ കുട്ടികൾ പോലും കഴിയാതെ തളർന്നു വീണ് അനവധി കുട്ടികളും ഉമ്മമാരും തളർന്നു കിടക്കുന്ന സമയത്താണ് മദീനയിലേക്ക് 1000 ഒട്ടകങ്ങളുമായി ചരക്ക് കൊണ്ടുവന്നത് സയ്യിദുനാ ഉസ്മാൻ. 1000 ഒട്ടകപ്പുറത്ത് ചരക്ക് വന്നു സയ്യിദുനാ ഉസ്മാൻ എന്ന് പറഞ്ഞാലേ റഹ്മത്തുള്ള പറഞ്ഞു തരൂ. എന്താ ഉസ്മാൻ നിങ്ങൾ വിചാരിച്ചു? സയ്യിദുനാ ഉസ്മാൻ 1000 ഒട്ടകപ്പുറത്ത് ചരക്ക് വന്നു സയ്യിദുനാ ഉസ്മാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വലിയ കച്ചവടക്കാരനാണ്. 1000 ഒട്ടകപ്പുറത്ത് ചരക്ക് ഒരു രാത്രി മദീനയിലെത്തി. എല്ലാവരും ഒരു വലിയ ഒട്ടകക്കൂട്ടം ആരുടെ നിറയെ ചരക്കും. മദീനയിൽ ഭക്ഷണമില്ല. ആ സമയത്താണ് ഒരു ഒട്ടകപ്പുറത്ത് 1000 ഒട്ടകത്തിന്റെ പുറത്ത് ചരക്ക് വന്നത്. ആർക്കാ ഇത്? ആരുടെ ചരക്ക? ഓഹോ, എല്ലാരും പറഞ്ഞു സുബഹയോടടുക്കുന്ന നേരത്തെ മദീനയിലെ കച്ചവടക്കാർ പോയിട്ട് ഉസ്മാന്റെ അടുത്ത് കണ്ടു. ഉസ്മാനെ, നിങ്ങൾ അതൊന്നിച്ച് ഞങ്ങൾക്ക് വിൽക്കി. ഞങ്ങൾ അത് നിങ്ങൾ ഹോൾസെയിലായിട്ട് ഇങ്ങോട്ട് വിറ്റ ഞങ്ങൾ റീറ്റെയിലായിട്ട് കൊടുക്കും. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ചു, ശരി, നിങ്ങൾ എത്രയാണ് കൂടുതൽ തരിക? അപ്പോൾ അവർ പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ ഷാമില മാർക്കറ്റിൽ നിന്ന് 10 വാങ്ങിയതിന് ഞങ്ങൾ 12 വെച്ചു തരാം. അപ്പോൾ അത് പറ്റില്ല, അതിനേക്കാൾ തരാമെന്ന് അവൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഉസ്മാനെ, എന്നാ ഞങ്ങൾ നിങ്ങൾ ഷാമിൽ നിന്ന് വാങ്ങിയ 10 ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് ഞങ്ങൾ 13 വെച്ച് തരാം. അപ്പോഴും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, 13 ഇതിനേറെ അവൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ പിന്നെ പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ ഇത് കൊണ്ടുപോയി റീറ്റെയിലായി വിൽക്കേണ്ടത്, ജുംലയായി വാങ്ങിയിട്ട് മുഫസ്സലായി കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് നിങ്ങൾ കൂട്ടരുത്. അപ്പോഴും സയ്യിദുനാ ഉസ്മാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ വില അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എന്നാ ഉസ്മാനെ, ഞങ്ങൾ 10 നിങ്ങൾ വാങ്ങിയതിന് 14 വെച്ച്. അപ്പോഴും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞില്ല, ഇല്ല, ഞാനത് നിങ്ങൾക്ക് ഇങ്ങനെ തരികയില്ല, ഇതിനേക്കാൾ വലിയ ലാഭം അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കച്ചവടക്കാർക്ക് തന്നെ ഒരു ആദി, ഞങ്ങളൊന്നും അല്ലാത്തൊരു അവൻ ആരാ ഇവിടെ? അവൻ ആരാന്ന് വെച്ചിട്ട് ഉസ്മാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ആകട്ടെ, അവൻ ആരോ ആകട്ടെ ഉസ്മാനെ, അവൻ എന്താണ് നിനക്ക് വാഗ്ദത്തം ചെയ്തത്? ഉസ്മാൻ പറഞ്ഞു, ഞാൻ ചരക്കെടുത്തപ്പോൾ അവൻ പറഞ്ഞത്, അടിസ്ഥാനപരമായി നിങ്ങൾ 1 വാങ്ങിയത് ഞാൻ 10 വെച്ച് തരാം. അതിനപ്പുറം പറയാൻ അവർ പറഞ്ഞു, ഉസ്മാനെ, ഇതെന്റെ ഭ്രാന്താണ്. അങ്ങനെ ഒരുത്തരുണ്ടെങ്കിൽ അവൻ ഭ്രാന്തനല്ല. നിങ്ങൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് 1 വാങ്ങിയതിന് 10 തരാമല്ലോ. മദീനയിൽ വന്നാൽ അത് ആർക്കാ കഴിയാ? ഞങ്ങൾ 10 വാങ്ങിയതിന് 12 വെച്ച് തരാം, അല്ലെങ്കിൽ 13, അല്ല 14 വെച്ച് തരാം. അതിനപ്പുറം ഒരു കച്ചവടക്കാർക്ക് ചെയ്യാൻ കഴിയില്ല.
ഇപ്പോൾ നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഷാമിലെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒരു ദിർഹമിന് വാങ്ങിയതിനെ മദീനയിലെത്തിയാൽ നിങ്ങൾക്ക് ഒരു ദിർഹമിന് വാങ്ങിയത് 10 തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടെന്നോ? ഏതാണ് ഈ അവൻ? എന്താണെങ്കിലും ആ അവൻ ഒരു ബോധമുള്ള കച്ചവടക്കാരനല്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഞാൻ ഇത് മുഴുവനും അവനെ വിറ്റു. മദീനയിലെ ഫഖീറന്മാരോട് വരാൻ പറയാം. ആരാണ് അവൻ? ആരാണവൻ? മദീനയിലെ ഫഖീറന്മാരോട് സഞ്ചി പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പറയൂ, ഞാൻ ഇതിനെ ആർക്കും കൊടുക്കുകയില്ല. ഇത് മുഴുവൻ നാം അവന് വിട്ടു കഴിഞ്ഞു എന്ന് സയ്യിദുനാ ഉസ്മാൻ. അനിവാര്യതയാണ് ആ ഘട്ടത്തിന്റെ. അങ്ങോട്ട് കൊടുത്തു. എത്ര 1000 ഒട്ടകപ്പുറത്തുള്ള നന്മയിൽ അധിഷ്ഠിതമായ എന്തും അമല് സ്വാലിഹാത്ത്. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്. ഓരോരുത്തർക്കും വ്യക്തിപരമായി ചെയ്യേണ്ട അമലുകളുണ്ട്, സാമൂഹികമായി ചെയ്യേണ്ട വർക്കുകളുമുണ്ട്. ഒക്കെ അമല് സ്വാലിഹാത്ത്. നിസ്കാരം വ്യക്തിപരമായി ചെയ്യേണ്ടത്, അത് വ്യക്തിയിലൊതുങ്ങും. നോമ്പ് വ്യക്തിയിലൊതുങ്ങും. എന്നാലോ പ്രവർത്തനമോ നിർബന്ധ. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്. അമല് സ്വാലിഹാത്ത് അഫ്ളലുൽ അഅമാലി ബഅദൽ ഈമാനി സുറൂറുൻ തുദ്ഖുലുഹു ഫീ ഖൽബി മുസ്ലിമിൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ. ചിന്തിക്കുക. ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമുള്ളത് എന്താ? ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം നൽകലാണ്. ഒരു മനസ്സിന് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ ഈമാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കൊടുക്കലാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും 100 പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാം എന്ന് പ്രഖ്യാപിച്ചു. ചിന്തിക്കും. അപ്പോൾ പിന്നെ ചെറുപ്പക്കാർ അതിന്റെ പിന്നിൽ ഓടി. ഇന്നത് 375 വീടുകളായി. ലോക ചരിത്രത്തിൽ ഗിന്നസ് ബുക്ക് എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. ഒരു ജില്ലയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്ത് മനുഷ്യൻ സർക്കാരിന്റെ ഒരു റുപ്യല്ല. ഇതെന്താ? ഇത് അമൽ സ്വാലിഹാത്ത്. അതിന് നല്ലൊരു പേരും കിട്ടും, ബൈത്തുർ റഹ്മ. റഹ്മ എന്ന വാക്ക് അതിൽ എന്റെ ഒരു പേര് കിടക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ പുതിയാപ്പിളയാക്കാൻ വിചാരിക്കുന്നത്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വാക്കാണ് റഹ്മ എന്ന വാക്കാണ്. അത് വല്ലാത്തൊരു വാക്കാണ്. എനിക്ക് അസൂയ തോന്നി ഈ പേരിട്ടവരുണ്ട്. ഈ വാക്ക്, ഈ വീടിന് ബൈത്തുർ റഹ്മാൻ പേരിട്ടത് തന്നെ ഒരു അത്ഭുതകരമായ സംഗതിയാണ്. ഇത് രാഷ്ട്രീയമല്ല, ഇത് ദീനാണ്. അത് ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മുഴുവൻ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ചെറിയ സംഗതിയാണോ? എത്രയാൾ വീടുണ്ടായി. എന്ന വാക്ക് അതൊരു ചെറിയ വാക്കല്ല. അല്ലാഹു ലൗഹിനെ പടച്ചു, അല്ലാഹു ഖലമിനെ പടച്ചു. എന്നിട്ട് ഖലമിനോട് പറഞ്ഞു, ഉക്തുബ് ഫിൽ ലൗഹി, നീ ലൗഹിലാണ്. അപ്പോൾ ഖലം ചോദിച്ചു, ഞാൻ എന്തെഴുതും? അല്ലാഹു ഖലമിനോട് പറഞ്ഞു, ഉക്തുബ് അൻ റഹ്മതി, ലൗഹിൽ എഴുതേണ്ട റഹ്മത്തിനെ പറ്റില്ല. അല്ലാഹു ഖലമിനോട് കൽപ്പിച്ചത് പ്രകാരം ലോഹിനെ പടച്ചതിനു ശേഷം ആദ്യം ലോഹിൽ എഴുതിയത് അല്ലാഹുവിന്റെ റഹ്മത്ത് എന്നാണ്. ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എന്റെ റഹ്മത്ത് ഏത് കോപത്തെയും ജയിക്കും. എന്റെ ഏത് കോപത്തെയും ജയിക്കും. എന്റെ റഹ്മത്തിനെ പറ്റിയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയാണ് അല്ലാഹു ആദ്യമായി ലോഹിൽ എഴുതിയത്. അത് വല്ലാതെ വാക്കാണ്. അതാണല്ലോ അൽ ബഖറയിലെ 164-ാമത്തെ വചനം.
ഇസ്മുൽ അഅ്ലം. ശ്രദ്ധിക്കണേ. അൽ ബഖറയിലെ 164ാമത്തെ വചനം ഇസ്മുൽ അഅ്ലം. അതിലേക്ക് ആല ഇംറാന്റെ തുടക്കവും കൂടെ വെച്ചാൽ ഇസ്മുൽ അഅ്ലം പൂർത്തിയാകും. ഇസ്മുൽ അഅ്ലം എന്നത് ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. അതും വെച്ച് ഇദാ ദുഇയ ബിഹാ അജാബ, അത് വെച്ച് ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽ ബഖറ 164ാമത്തെ ആയത്ത് ഇസ്മുൽ അഅ്ലം. ഏതാണ് ആയത്ത്? ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീം. ഇത് വെച്ച് എന്ത് ദുആ ചെയ്താലും അൽ ബഖറ 164. ഇതിലേക്ക് ആല ഇംറാന്റെ തുടക്കത്തെ വാക്ക് കൂടി ചേർക്കുക. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കഴിഞ്ഞു. അൽ ബഖറ 164ലേക്ക് ആല ഇംറാന്റെ തുടക്കം കൂട്ടിയാൽ ബിസ്മില്ലാഹ്. ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. ഞാൻ എന്താ ഇവിടെ പറയാൻ കാരണം, ഇവിടെ അല്ലാഹു ഇസ്മുൽ അഅ്ലമായി പരിഗണിച്ചത് റഹ്മത്തിനെയാണ്. മനുഷ്യന് കൊടുക്കേണ്ട കാര്യം അല്ലാഹു നമുക്കത് നൽകട്ടെ. അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അപ്പോൾ എവിടെയാണ് അല്ലാഹുവിന്റെ പൊരുത്തം? എവിടെ നീ മനുഷ്യനോട് നന്മ കൊണ്ട് സഹകരിക്കുന്നു, അത് അല്ലാഹുവിന്റെ പൊരുത്തം. ഒരു ക്യാൻസർ രോഗിയോട് കൂടെ നീ നിന്ന് കൊടുത്താൽ അത് റഹ്മത്താണ്, അത് അല്ലാഹുവിന്റെ പൊരുത്തം. അതൊക്കെ അമല് സ്വാലിഹ്. ولا أن أمشي مع رجل في حاجة له أحب من أن أعتكف في هذا المسجد. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മദീന പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം ആവശ്യം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ആ ആവശ്യം നിർവഹിക്കാൻ അയാളുടെ കൂടെ നടന്നു പോകലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നിട്ട് വിളിച്ച് മാഷേ എന്ന് വന്ന് വിളിച്ച് കെവി അല്ലെങ്കിൽ മാഷെ, ഒരാൾ വന്ന് വിളിച്ച് എൻ്റെ മോനെ എന്തോ ഒരു പോലീസുകാരൻ എന്തോ തിരഞ്ഞ് നടക്കുന്നുണ്ട്, ആ പോലീസ് സ്റ്റേഷന് വരെ ഒന്ന് പോകണം, മുക്കത്ത് എനിക്ക് പോലീസുകാരെ പരിചയമില്ല, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരിചയമില്ല എന്നൊരാളോട് വന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് കൂടെ ഒന്ന് പോയി കൊടുത്തു. എന്തോ ഒരു മോട്ടോർ സൈക്കിള് നോ പാർക്കിങ്ങിൽ വെച്ച പ്രശ്നം, എന്തോ ഒരു കാര്യം ഒന്ന് പോയി കൊടുത്തു. ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ അയാളോടുകൂടെ നടന്നു പോകലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ പള്ളിയിൽ അതെല്ലാം എല്ലാം അനിവാര്യമായ ആശുപത്രി പോയി കൊടുക്കുക, ആശുപത്രികൾ സ്ഥാപിക്കുക. സമസ്തയുടെ പ്രസിഡന്റ്, രണ്ടാമത്തെ പ്രസിഡന്റ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സ്വന്തം ഭൂമിയിലൂടെ 4 കിലോമീറ്റർ റോഡ് വെട്ടിക്കൊടുത്തു. അതാണ് പിന്നീട് PWD അംഗീകരിച്ചത്. ചിന്തിക്കുന്നു, 4 കിലോമീറ്റർ റോഡ് സ്വന്തം ഭൂമിയിലൂടെ. കോടീശ്വരന്റെ മകനായി ജനിച്ചിട്ട് ഫഖീറായി മരിച്ചുപോയി സമസ്തയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് വാളക്കുളം അബ്ദുൽ ബാരി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു അവിടത്തേക്ക് ദറജയേറ്റി കൊടുക്കട്ടെ. കോടീശ്വരന്റെ മകനായി ജനിച്ച ഫഖീറായി മരിച്ചു. സ്വന്തം ഭൂമിയിലൂടെ 4 കിലോമീറ്റർ റോഡ് വെട്ടിക്കൊടുത്തു. അത് പിന്നെ PWD അംഗീകരിച്ചു. പുതുപ്പറമ്പിലേക്ക് ഇന്ന് അംഗീകരിക്കപ്പെട്ട റോഡ് വാളക്കുളത്തിന്റെ ഭൂമിയിൽ അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയുടെ രണ്ടാമത്തെ പ്രസിഡന്റിന്റെ ഭൂമിയിൽ. കോടീശ്വരനായിരുന്നു. ഇവർക്ക് എന്തെങ്കിലും ഒന്ന് ജീവിക്കാനുള്ളത് കൊടുക്കണമെന്ന് എന്റെ നിയ്യത്താണ്. അത് വെറുതെ കൊടുത്ത ഒരു മടിയമാണ്. അതുകൊണ്ട് ഞാൻ അതിന് സബബുണ്ടാക്കി എന്റെ ഒരു ദിവസം വേറെ കൊടുത്തു. ചിന്തിക്കുക, ഇതെന്താ കൊടുത്താൽ മടിയാണ്. ഭിക്ഷക്കാരനാകുമ്പോൾ അവൻ അർഹതല്ല. ഭിക്ഷക്കാരൻ വരുമ്പോൾ ആ ഭിക്ഷക്കാരൻ അന്വേഷിച്ച് മാത്രം നടന്നാൽ അവസാനം അവന്റെ മുഖത്ത് ഒരു തോട് ഇറച്ചി പോലും അന്ത്യനാളിൽ ഉണ്ടാവുകയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക, ബാർബർ ഷാപ്പില്ലാത്ത നാട്ടിൽ ബാർബർ ഷാപ്പ് സ്ഥാപിക്കുന്നത് അമൽ സ്വാലിഹാത്താണ്. ഇമാം ഗസാലി അങ്ങനെയുണ്ട്.
ഒരു നാട്ടിൽ ബാർബർ ഷാപ്പിൽ അവിടെ ബാർബർ ഷാപ്പ് സ്ഥാപിച്ചു ഒരു മുഅ്മിനായ മനുഷ്യനെ കൊണ്ട്. എന്റെ അങ്ങനെയും വേണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാർബർ ഷാപ്പ് ചുള്ളിക്കാൻ. അതുകൊണ്ട് എന്താ കാര്യം, മുഅ്മിനായാലും താടി മുടിയും വെട്ട് തന്നെ വെട്ടുമൊക്കെ തന്നെ. പക്ഷെ വിഷയാഭ്യാസം ഒരുത്തം വന്നു ആ തിരിന കസേരയിൽ നിന്ന് വെട്ടിക്കൂടാൻ വെച്ച് അപ്പാച്ചിയാണ് എനിക്ക് വേറെ ആളെ നോക്കണം, എനിക്ക് അപ്പാച്ചി കെട്ടണം, നീ വേറെ ആളെ നോക്കണം. ഈ വെട്ടിൽ ഒരു വെട്ടുണ്ട്, ആ വെട്ട് സൗകര്യം ഉണ്ടെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ അടുത്ത അത് നോക്കണം. മറ്റേ അപ്പാച്ചിക്കും വെട്ടും അമ്മാച്ചിയും വെട്ടും ഏത് കോലത്തിലും വെട്ടും. അപ്പോൾ ഇവന് മനസ്സിലാവും ഇയാളെ മുഅ്മിനായ മനുഷ്യന്റെ മുഅ്മിനായ ഖാദിർക്കാടെ ബാർബർ ഷാപ്പില് ഒന്ന് കയറി ഇരുന്നതോട് കൂടെ തന്നെ ഈ പോയത്തക്കാരനായ സുലൈമാൻ മനസ്സിലായി മുടിവെട്ടി നടത്തുന്ന ഇസ്ലാമിന് നിയമമുണ്ട്. ചിന്തിക്കും, ഒരു വാള് പറയൂല, പറഞ്ഞാൽ സുലൈമാൻ വാള് കേൾക്കാനോട്ട് പോവില്ല. മുടിവെട്ടുന്നിടത്ത് ഇസ്ലാമിന്റെ നിയമമുണ്ടെന്ന് സുലൈമാന് മനസ്സിലായത് ഖാദിർക്കായ എന്ന മുഅ്മിനായ മനുഷ്യന്റെ ബാർബർ ഷാപ്പ് കയറി. അപ്പോൾ അത് അമൽ സാലിഹ്. ചിന്തിക്കും, അങ്ങനെ ഒരു ഖാദിർക്ക ഉണ്ടെങ്കിൽ. അതേപോലെ എന്തൊക്കെ പണിയുണ്ട്. ആൺകുട്ടികളായാൽ ഖിത്താൻ ചെയ്യണം, സുന്നത്താണെന്ന് പറയും, ഫർദല്ലാണ്, ഫർദാണ്. അത് മുറിക്കേണ്ട ഭാഗം മുറിച്ചൊഴിവാക്കുക. ചിന്തിക്കും, ഇന്നത്തെ മുറി എങ്ങനെയാ? ഇന്നത്തെ മുറി എന്ന് പറഞ്ഞാൽ പണിക്കൂലില്ല, പണിക്കുറവില്ല. ആരാണ് എളുപ്പത്തിൽ മുറിച്ചു കൊടുക്കുക? അവിടെ ബിസ്മി ചെല്ലിയോ ചെല്ലില്ലെന്നോ ഒന്നുമില്ല. എളുപ്പത്തിൽ വേദനയില്ലാത്ത കാതുകുത്തി എന്ന് പറയുമ്പോൾ ആരാണ് ഏത് മാധവനെ കൊണ്ടും മുറിപ്പിക്കാൻ തയ്യാറാണ്? ആരായാലും വേണ്ടില്ല. ആദ്യം ആൾ മുറിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കെട്ടിക്കൊടുത്താൽ നല്ല ഉഷാറാവുമെന്നൊന്നും ആർക്കും പ്രശ്നമില്ല. സ്വന്തം പെണ്ണുങ്ങളെ പുരുഷന്മാരായ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് അയക്കുന്ന വികൃതമായ വിചിത്രമായ ചികിത്സ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിങ്ങനെ ധരിച്ചുപോയി. ഒരാളെ പറഞ്ഞു, പുരുഷന്മാരുണ്ട് ഗൈനക്കോളജിസ്റ്റ്. ഞാൻ ധരിച്ചുപോയി, ഇതെന്തായി കേൾക്കുന്നത്? അപ്പോൾ ഞാൻ കേട്ടാളോട് പിന്നെ ചോദിച്ചു, ചിന്ന പൊട്ടനാക്കാൻ പറയണം എന്താ ഈ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, അതെ പുരുഷന്മാരായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചേ, ഇത് പെണ്ണുങ്ങളെ പ്രസവം എടുക്കുമോ? അപ്പോൾ പറഞ്ഞു, പ്രസവം എടുക്കാൻ എന്താ, പ്രസവത്തിന് മുമ്പ് തന്നെ വയറ്റിലാവുന്നതോട് കൂടെ തന്നെ അടിവയറ് പരിശോധിക്കാൻ തുടങ്ങും ഗൈനക്കോളജിസ്റ്റ്. ഇതിന്റെ ഗുണഭോക്താക്കൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇത് 80% നമ്മളാണ്. മുസ്ലിം എന്ന് പറയുന്നത് നമുക്ക് മാപ്പിളാണ് പേരിട്ട. ഈ ചരിത്രത്തിൽ ആരോ നമുക്ക് മാപ്പിളമാർ എന്നൊരു പേരിട്ടിട്ടുണ്ട്. അവരെ കണ്ടാൽ നമുക്കൊരു അവാർഡ് കൊടുക്കുന്നു. ഏതായാലും മുസ്ലിം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത്ര രംഗത്ത് മാപ്പിളമാർ. ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഒരു കുട്ടിയെ സുന്നത്തിലാണ് കഴിച്ചപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ ആ കാര്യം ഏൽപ്പിച്ചു. അയാൾ കൃത്യമായി അത് ചെയ്തു. ചൊല്ലി അയാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാത്തിഹ ഓതി, എന്നിട്ട് അത് ഖിതാൻ ചെയ്ത് അതിന്റെ ഖൈർ സ്വലാഹിയത്ത് പോലെ ചെയ്ത് അത് സമയത്ത് അയാൾ ദാഖിറായി അതൊക്കെ ചെയ്യും. ഒരു മുഅ്മിനായ മനുഷ്യൻ അതൊക്കെ ചെയ്യും. അപ്പോൾ ബാർബറില്ലാത്ത നാട്ടിൽ ഒരു ബാർബർ, മുഅ്മിനായ ബാർബറില്ലാത്ത നാട്ടിൽ മുഅ്മിനായ ബാർബർ ഉണ്ടാകുന്ന കച്ചവടത്തെ പറ്റി പറയുകയും വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അന്ത്യനാളിൽ നബിമാരുടെ കൂടെ വരുമെന്ന് പുണ്യനബി. അപ്പോൾ സത്യസന്ധമായ കച്ചവടം അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഇനി ഞാൻ അത് നീട്ടുന്നില്ല. ഇനി അതിന്റെ പട്ടിക ഞാൻ പറയില്ല. അതെല്ലാം അമൽ സ്വാലിഹാത്ത്, കൃത്യമായ നമസ്കാരം, പിന്നെ ആവശ്യമായ കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആവശ്യമല്ലേ, ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ സമുദായം ചേരുമ്പടി ചെറുക്കപ്പെടുമല്ലോ. അരാഷ്ട്രീയവാദം തെറ്റാണ്. അരാഷ്ട്രീയവാദം കുറ്റകരമാണ്. രാഷ്ട്രം ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന കാലമത്രയും രാഷ്ട്രീയം ഇവിടെ ഉണ്ടാവും. മുസ്ലിമീങ്ങൾ മാറി നിന്നാൽ മുസ്ലിമീങ്ങൾ ചരിത്രത്തിന്റെ പുറകോട്ട് തള്ളപ്പെടും. അല്ലാഹു നമ്മെ കാക്കട്ടെ. അതിന് ഭീകരവാദികൾ ഒരു പരിഹാരവുമല്ല.
തൊടുപുഴയിൽ എനിക്കൊരു ക്ലാസ് ഉണ്ട് തൊടുപുഴയിൽ. അവിടെയാണ് ജോസഫിന്റെ കൈവെട്ടി. എന്താണ് ആ നാട്ടിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ദുരിതം? നീ അടുത്ത ക്ലാസ്സിൽ ഞാൻ പോകുമ്പോ നീ തൊടുപുഴയിലേക്ക് എന്റെ കൂടെ വാ. എനിക്ക് തൊടുപുഴയിൽ ഒരു ക്ലാസ് ഉണ്ട്. അവിടുത്തെ മുസ്ലിമീങ്ങളുടെ വേദനയ്ക്ക് കയ്യും കണക്കും ചിന്തിക്ക. എത്രയോ സ്ഥാപനങ്ങൾ പരിസരത്തുണ്ട്. കുട്ടികൾക്ക് അവിടെ +1 അഡ്മിഷൻ കിട്ടൂല മുസ്ലിം മക്കൾ. എന്തുകൊണ്ട്? മുദ്രയടിച്ചു. ഇവൻ വലുതായാൽ ഭീകരവാദിയാണ്. അതുകൊണ്ട് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നല്ല ശതമാനം മുസ്ലിമീങ്ങളുടെ ഇല്ല. അവിടെയൊന്നും മുസ്ലിമീങ്ങൾക്ക് അഡ്മിഷൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു കൈവട്ടുകൊണ്ട് മുസ്ലിം സമുദായം 100 കൊല്ലം പുറകോട്ട് പോയി. അതും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന സമുദായം അഭിവേദികളുടെ പിന്നാലെ ഓടുക. രാഷ്ട്രീയ പ്രവർത്തനവും അതൊരു പക്വമായ നേതൃത്വത്തിന്റെ കീഴിൽ ചെയ്യുമ്പോൾ അതും അമൽ സ്വാലിഹിൽ പെടും. ഞാൻ എന്തെങ്കിലും ഭൗതികമായ ലാഭത്തിന് വേണ്ടി പറയുകയല്ല. ഇവരുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു കാലിച്ചായ പോലും ഇന്നുവരെ റഹ്മത്തുള്ള കുടിച്ചിട്ടും ഇല്ല. ഏതെങ്കിലും ഒരു സമുദായ രാഷ്ട്രീയക്കാരനോ മറ്റൊരു കാലിച്ചായ തരാമെന്ന് പോലും എന്റെ ഏതെങ്കിലും ഒരു നിലപാടിന്റെ പേരിലേക്ക് വാഗ്ദത്തം ചെയ്തിട്ടില്ല. പകരം ഇത് സമുദായത്തിന്റെ ചാനലാണ്. സമുദായത്തിന് ആ ചാനൽ നഷ്ടപ്പെട്ടാൽ സമുദായത്തിന് നഷ്ടം സംഭവിക്കുമെന്നുള്ള ഭീതി കൊണ്ടാണ് ഇളമാൻ കട പറയുന്നത്. മനുഷ്യന് 40 വയസ്സ് കഴിഞ്ഞ പക്വത അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എല്ലാം എടുത്ത് ചവിട്ടി നശിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയും, പക്ഷേ സ്ഥാപിക്കാൻ കഴിയില്ല. അല്ലാഹു സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ അല്ലാഹു തആല ബോധം നൽകട്ടെ. ഇതിലൊക്കെ നമ്മൾ സ്കൂൾ ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം, റോഡ് ഉണ്ടാക്കണം. അതിൽ കൂലില്ലേ? നിങ്ങളുടെ ഈ കൊടിയത്തൂരിലെ ഒരു പ്രഭാഷണം കഴിഞ്ഞു പോയതിന്റെ പേരിൽ കഴിഞ്ഞതിനു ശേഷം മരണപ്പെട്ട ഒരാളുണ്ടല്ലോ, ചരിത്രത്തിലെ വലിയ ഒരാൾ. ഈ കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ കുറിച്ചൊരു വിവാദം പോലും ഉണ്ടായി. എന്താ പറയാ, അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു നാട്ടിലേക്ക് റോഡില്ല. പല നിലക്കും സർക്കാർ, മദ്രാസ് സർക്കാരിനെ സ്വാധീനിച്ച് റോഡുണ്ടാക്കാൻ കഴിഞ്ഞ് നോക്കിയിട്ട് അദ്ദേഹത്തിന് റോഡുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ത് ചെയ്തു? രാവിലെ തന്നെ ഒരു മൺവെട്ടി എടുത്തിട്ട് നേരെ പോരെന്ന് കളക്കാൻ വേണ്ടി പോയി. ഒരു നാട്ടിലേക്ക് റോഡുണ്ടാക്കാൻ പോയി. നേരം വെളുത്താൽ ഇങ്ങനെ 100കണക്കായ ആളുകൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി പോയി. അപ്പൊ ആരോ പറഞ്ഞു, ഇവിടുന്ന് പിന്നെ ഒരു കൈക്കോട്ടെടുത്ത് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റോഡുണ്ടാക്കുന്ന തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ ചോദിച്ചു വന്നവരൊക്കെ, ഇതിന്റെ പണി നിങ്ങളാണോ? അപ്പൊ പറഞ്ഞു, നിനക്ക് ദണ്ണാണെങ്കിൽ വലിയ ദണ്ണുണ്ടെങ്കിൽ അടുത്ത പേര് എന്തൊരു കൈക്കോട്ടാക്കിട്ട് ഇയ്യുമ്പോ ഉച്ചയായപ്പോഴത്തിന് 100കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ നാട്ടിലേക്ക് റോഡായി. അത് അങ്ങനെ സാധ്യത്തിൽ പോയി. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അതിന്റെ പട്ടിക വളരെ ദീർഘമാണ്. ആശുപത്രി ഇല്ലാത്ത നാട്ടിൽ ആശുപത്രി സ്ഥാപിക്കുക, നന്മ നടത്തുക. മുസ്ലിം സമുദായത്തിന് ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ നല്ല ലക്ഷ്യം വെച്ച് ഒരു നേരം വിളിക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യും? ജോലി സാധ്യതയുള്ള പരസ്യങ്ങൾ നോക്കിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പരസ്യങ്ങൾ നോക്കിയെടുത്തിട്ട് അയാൾ പത്രം നോക്കുന്നത് അതിനാ. അയാള് ജോലി സാധ്യതയുള്ള പരസ്യങ്ങൾ നോക്കിയെടുത്തിട്ട് എന്ത് ചെയ്യും? അയാളുടെ പള്ളിയിലെ എല്ലാവരും പള്ളിയുടെ പുറത്തെ നോട്ടീസ് ബോർഡിലെ ജോലി സാധ്യതയുള്ള വിഷയങ്ങൾ എഴുതി ജമാഅത്തിന് വരുന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിക്കും. എത്രയോ ആളുകൾ ഔട്ടായി വരാൻ കാത്തു നിൽക്കുകയാണ്. ഒരു ജോലി ഇവിടെ തന്നെ കിട്ടിയാൽ കുടുംബം നല്ല നിലക്ക് പോറ്റിക്കൊണ്ടുപോവാം, മക്കൾ അരക്ഷിതാവസ്ഥയിലെത്തുകയുമില്ല. അപ്പോൾ ഒരാൾ ഓഹോ ഇയാൾ കണ്ടുപിടിച്ച് എഴുതി വെച്ച ആ ഒരു അതിന്മേൽ ഒരാൾക്ക് ജോലി കിട്ടി. നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, സമഗ്രമായ ഇസ്ലാമിന് എവിടെയെല്ലാം നന്മയുണ്ടോ ആ നന്മ മുഴുവനും അമൽ സ്വാലിഹാത്തിന്റെ പട്ടികയിലാണ്. എല്ലാം 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 ഉറുമ്പിന്റെ തീറ്റ കൊടുക്കുന്നതും എല്ലാം
എല്ലാം പാവപ്പെട്ട ജീവികളെ സംരക്ഷിക്കുന്നു. വീട്ടിലൊരു പൂച്ചയുണ്ട്, ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നതും നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു വേശ്യയെ അല്ലാഹു പുറത്തു കൊടുത്തുവെന്ന് നബി. അങ്ങനെയുണ്ടല്ലോ, ഒരു വേശ്യയെ അല്ലാഹു പുറത്തു കൊടുത്തു. എന്തേ? ആ വേശ്യ ഒരു നായക്ക് വെള്ളം കൊടുത്തു. വേശ്യാവൃത്തി കഴിഞ്ഞ് മടങ്ങി വരവേ ഈ പെണ്ണ് ഒരു നായയെ നാവിങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ മണ്ണിലിങ്ങനെ കപ്പുന്നുണ്ട്. അപ്പോൾ ഈ നായക്ക് ദാഹമുണ്ടെന്ന് ഈ പെണ്ണിന് ബോധ്യപ്പെട്ടു. എന്നാൽ ഒരു ബക്കറ്റോ കയറോ ഒന്നും ഈ പെണ്ണിന് കിട്ടിയില്ല. അപ്പോൾ ഈ പെണ്ണ് എന്ത് ചെയ്തു? ഈ പെണ്ണ് തന്റെ കാലിലെ ചെരുപ്പഴിച്ചു, തന്റെ വസ്ത്രത്തെ കയറാക്കി ചെരുപ്പിന്റെ ഷൂവിനെ ബക്കറ്റ് മൗക്ക് എന്ന് പറഞ്ഞാല് ദേവടിശി പെണ്ണുങ്ങൾ ഇടുന്ന ഷൂവിനാണ് മൗക്ക്. സാധാരണ മൗക്ക് എന്ന് പറഞ്ഞാൽ ഒരുമ്പട്ടവളാണ് എന്ന് പറയില്ല. ഒരു ദേവടിശി പെണ്ണുങ്ങളാണ് ഇടുന്ന പരിഷ്കാരി ഷൂവിനാണ് മൗക്ക് എന്ന് പറയാം. ആ ഒരുമ്പട്ട പെണ്ണിന്റെ ഷൂ അവൾ അഴിച്ചിട്ട് അവൾ ആ ഷൂ അഴിച്ചിട്ട് അവൾ എന്ത് ചെയ്ത് അതിൽ വെള്ളം നിറച്ച് കൊടുത്ത് ഫഅർവത്തിൽ കൽബ ഈ നായയുടെ നാമം തീർത്തു. ഇത് കാരണം ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സ്ഥാനത്ത് ഒരു പൂച്ചയെ കെട്ടിയിട്ട് പൂച്ച മരിച്ചതിന്റെ പേരിൽ ഒരു പെണ്ണ് നരകത്തിൽ കടന്ന കാര്യവും പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നും നാലും കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്ന് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കൽ. അതെല്ലാവർക്കും ബാധ്യതയാണ്. സത്യത്തിന്റെ മേലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. സത്യത്തിന്റെ ആളുകൾ മുസ്ലിമീങ്ങളാ, അവൻ സത്യത്തിന്റെ ആളുകളാണ്. ആകാശത്ത് മലക്കുകളുടെ സ്ഥാനമാണ് മുസ്ലിമീങ്ങൾക്ക് ഭൂമിയിലെ സ്ഥാനം. മലക്കുകൾ സത്യത്തിന്റെ വക്താക്കളാണ്. ഭൂമിയും മുസ്ലിമീങ്ങളും സത്യത്തിന്റെ വക്താക്കളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരാൾ കൊണ്ടാണല്ലോ ഒരാൾ മരിച്ചിട്ട് 4 മുസ്ലിം വീട്ടുകാർ അയാളെ പറ്റി നല്ലത് പറഞ്ഞാൽ അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പുണ്യ റസൂൽ. 4 മുസ്ലിം ഒരാൾ മരിച്ചു, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മൻ മാത ഫഅത്ന അലൈഹി അർബഅതു മിൻ അഹ്ലി ജിറാനിഹി അൽ അർബഅ. ഒരാൾ മരിച്ചു, അയാളുടെ പരിസരത്തെ 4 മുസ്ലിം വീട്ടുകാർ അയാളെ പറ്റി നല്ലത് പറഞ്ഞാൽ അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 പരക്കാരാണ്. എന്തേ? ഇവർ അസത്യത്തിന്റെ മേൽ എന്റെ സമുദായത്തിന് നാവിന് വിലയുണ്ട്. ആകാശത്തെ മലക്കുകൾക്ക് അവർ സത്യത്തിന്റെ സാക്ഷികളാണെങ്കിൽ ഭൂമിയിൽ എന്റെ സമുദായം സത്യത്തിന്റെ സാക്ഷികളാണ് എന്ന് പുണ്യ റസൂൽ. നമ്മളെ അടിസ്ഥാന സത്യമാണ്. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. സത്യത്തിന്റെ കൂടെ നിൽക്കണം. അത് എത്ര നഷ്ടമാണെങ്കിലും അതിന്റെ കൂടെ നിൽക്കണം. നഷ്ടം ഉണ്ടാവും, പക്ഷെ അതിന്റെ ഗുണം ചിന്തിക്കും. എവിടെയാണോ സത്യമുള്ളത് അവിടെ നാം നിലകൊള്ളണം. സത്യത്തിനെതിരായത് ആരാണെങ്കിലും അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ആരാണ്? നമ്മൾ സത്യത്തിന്റെ ആളുകളാണ്. ആ സുദ്ദഖായ സത്യവാന്മാരിൽ സത്യവാനാണ് പുണ്യ റസൂൽ. ആ പുണ്യ റസൂലാണ് സ്വാദിഖുൽ അമീനായ പുണ്യ റസൂലാണ്. മരിക്കുന്ന നേരത്തെ പോലും സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മരണവേളയിൽ പോലും അബൂജഹൽ പറഞ്ഞത് ഇന്നഹു ലസ്വാദിഖുൻ, മുഹമ്മദ് സത്യത്തിന്റെ ആളാണ്. സത്യമേ പറയൂ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. നമ്മൾ അതായത് ഒരു അടിസ്ഥാന സത്യമുണ്ട്, അതിന് ഹഖ് എന്ന് പറയുന്നു. അതുകൊണ്ട് അത് നാവ് കൊണ്ട് ഏറ്റെടുത്ത് പറയുമ്പോൾ അതിന് സിദ്ഖ് എന്ന് പറയും.
ഈ പ്രപഞ്ചത്തിലൊരു ഹക്കുണ്ടല്ലോ, ഹക്കിന്മേലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق. ഞാൻ ആകാശവും ഭൂമിയും വെറുതെ പടച്ചതാണ്. ഒരു തമാശയായി ഒരു വിനോദത്തിന് ഇതൊന്നും സംവിധാനിച്ചതല്ല. ഇത് സത്യത്തിന്റെ മേൽ സ്ഥാപിച്ചതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ആധാരം ആ സത്യത്തിന്റെ മേൽ നാം ക്ഷമിക്കണം. സത്യത്തിന്റെ മേൽ എന്ത് നഷ്ടം വന്നാലും ക്ഷമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് ചില ആളുകൾ പുണ്യ റസൂലിന്റെ മക്ക എന്ന് വരുന്നവരെ മുഴുവൻ ഞാൻ മക്കയിലേക്ക് തന്നെ തിരിച്ചയച്ചു കൊള്ളാം എന്ന് റസൂൽ കരാർ എഴുതി കൊടുത്തിരുന്നു. അബൂബസീർ എന്നൊരു സ്വഹാബി നബിയോട് പറഞ്ഞു, നബിയേ ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞാ മക്കയെന്ന് എന്നെ നിങ്ങൾ തിരിച്ചയക്കരുത്. അപ്പോൾ പറഞ്ഞു, അബൂബസീർ നീ പറഞ്ഞ ശരിയാ, പക്ഷെ ഞാൻ അവർക്ക് ഒരു ന്യായം എഴുതി കൊടുത്തിട്ടുണ്ട്. അത് സത്യമായ ഒരു കാര്യമാക്കൽ എന്റെ കടമയാണ്. നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. ഞാൻ സത്യത്തിന് മേലെ കരാർ ചെയ്യും, എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. എന്നെ മദീനയിൽ മക്കയിലേക്ക് തന്നെ തിരിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്കത് നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു, നബിയേ ഇനി ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോയാൽ അവരെ മരണം വരെ ഉപദ്രവിക്കും. ശരിയാണ് അബൂബക്കർ, നീ പറഞ്ഞ ശരിയാണ്, അവർ നിന്നെ മരണം വരെ ഉപദ്രവിക്കും. പക്ഷേ എനിക്ക് ഞാൻ സത്യത്തിന് മേൽ കരാർ ചെയ്തു പോയതാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴേക്ക് അബൂബക്കറിന്റെ കുടുംബക്കാർ വന്ന് നബിയുടെ മുന്നിൽ തള്ളി അബൂബക്കറിനെ കുതിരെ തള്ളി. ഒന്നും ചെയ്യാൻ കഴിയില്ല. അനങ്ങി. എന്തുകൊണ്ട്? താനൊരു കാര്യം പറഞ്ഞു അത് സത്യമായിരിക്കണം. ചിന്തിക്ക്. പിന്നവിടെ പക്ഷപാതിത്വമില്ല. പിന്നവിടെ വളരെ വളരെ ചിന്തിക്കണം. ഒരു മഹ്സൂമിയ ഗോത്രക്കാരി പെണ്ണ് കളവ് നടത്തിയപ്പോൾ ആ മഹ്സൂമികൾ വലിയ തറവാട്ടുകാരാണ്. അവരുടെ ഒരു പെണ്ണ് മോഷണം നടത്തി. ആ മഖ്സൂമിയ ഗോത്രക്കാർ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. പുണ്യ റസൂലിന്റെ വളർത്തുമോന്റെ സ്ഥാനത്തുള്ള ആളാണ് ഉസാമ ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമയോട് പറഞ്ഞു, ഉസാമ നിങ്ങൾ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കും. പുണ്യ റസൂൽ ഉറക്കെ പറ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉസാമയെ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്നുണ്ട് ആ മഖ്സൂമിക്കൊരു പെണ്ണിന് ഇളവ് കൊടുക്കണം. അവൾ കട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവൾക്ക് ഇളവ് കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, സത്യം സത്യം നേരാണ്. അവിടെ എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ഞാൻ അവളെ കൈകുത്തി മുറിക്കുമെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇതിൽ നമ്മൾ പരസ്പരം സഹകരിക്കണം. ഇത് പറഞ്ഞു കൊടുക്കണം. ഫിത്നയല്ല. അന്ത്യനാളാകുമ്പോൾ ഫിത്നയ്ക്ക് വേണ്ടി മനുഷ്യന്മാർ അങ്ങോട്ട് ഓടും. നേരിന്റെ കൂടെ നേരാണ് പ്രധാനം. ഏത് പ്രയാസമുണ്ടായാലും നേര് പറയാം. കളവ് പറയാനും കള്ളന്റെ കയ്യിൽ താൻ പൊന്നു കൊടുത്തോ. കള്ളന്മാർ ചോദിച്ചപ്പോൾ കുട്ടി നേര് പറഞ്ഞു. കൈലാനില്ലെന്ന് ബഗ്ദാദിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ മാർവിടത്തിൽ വെള്ളിക്കാശി തൂക്കിക്കൊടുത്തിരുന്നു. കള്ളന്മാർ ചോദ്യം ചെയ്തപ്പോൾ കുട്ടി നേര് പറഞ്ഞു. അപ്പോൾ പിന്നെ കള്ളന്മാര് നേതാവിന് അത്ഭുതമായി. ഈ കുട്ടി എന്തിനാ ഇങ്ങനെ നേര് പറഞ്ഞത്? ഇത് ഞങ്ങൾ കണ്ടുപിടിക്കൂലല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്നോട് ഉണ്മ ഇറങ്ങിപ്പോന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കള്ളന്മാരുടെ നേതാവ് തൗബ ചെയ്തു അല്ലാഹുവിലേക്ക് മടങ്ങി. ഒരു കുട്ടിയെ
അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഈ കുട്ടി വിജ്ഞാനം പഠിച്ചപ്പോൾ ലോകം മുഴുവൻ നന്നായില്ലേ? ആ കുട്ടിയാണ് ബഗ്ദാദിൽ 40 കൊല്ലം വഅദ് പറഞ്ഞത്. അബുൽ ഹസൻ അലി അന്നദവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിജാലുൽ ഫിക്രി വദ്ദഅവ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിനെ പരാമർശിക്കുന്നിടത്തൊരു വാക്കുണ്ട്, റുബ്ബ മജ്തമഅ ഇലൈഹി 70000. ചിലപ്പോൾ റുബ്ബ മജ്തമഅ ഇലൈഹി 70000, ചിലപ്പോൾ 70000 ആളുകളൊക്കെ വഅദ് കേൾക്കാൻ എല്ലാ വ്യാഴാഴ്ച രാത്രികളിലും ബഗ്ദാദിലെ മൈതാനിയിൽ വഅദ് പറയും ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. എത്രയാ? റുബ്ബ മജ്തമഅ ഇലൈഹി 70000, 70000 ആളുകൾ സദസ്സിലുണ്ടാവും. മൈക്ക് സെറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ 800 കൊല്ലം മുമ്പ് നടന്ന കഥ പറയുകയാണ് ഞാൻ. മൈക്ക് സെറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ 800 കൊല്ലം മുമ്പ് ബഗ്ദാദിൽ ഒരു സത്യസന്ധൻ വഅദ് പറഞ്ഞു. സദസ്സിൽ എത്രയാ? 70000. ചിന്തിക്കുക, വളരെ നമ്മൾ ചിന്തിക്കണം. സത്യസന്ധതയ്ക്ക് സത്യത്തിന്റെ പേരിൽ സ്വല്ലല്ലാഹു സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ് സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ്. സത്യത്തിന് വിലയുണ്ട്, സത്യത്തിന് വിലയുണ്ട്. സത്യസന്ധന്മാർക്ക് അവരെ മുഖത്ത് ഈമാനുണ്ടാവും. അവരും അത് മതി, വാളൊന്നും വേണ്ട. വാളുകൊണ്ടല്ല ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. ഒരനിവാര്യ സാഹചര്യത്തിൽ യുദ്ധം അനിവാര്യമായി പോയതാണ്. ശത്രുക്കൾ അതിന് കോപ്പ് കൂട്ടിയപ്പോൾ ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടിയല്ല. ചിന്തിക്കുക, ലോക നല്ല മനുഷ്യന്മാർക്ക് മുഖത്ത് ഈമാനിലെ ചൈതന്യം, ആ മുഖം കണ്ടാൽ ആളുകൾ നന്നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പടിഞ്ഞാറിലേക്ക് സ്വഹാബികൾ യൂറോപ്പിലേക്ക് പോയപ്പോൾ അവരുടെ മുഖം കണ്ട ആളുകൾ വരെ നന്നായി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹൃദയത്തിന് സത്യസന്ധതയുണ്ടെങ്കിൽ ഈ മുഖത്ത് ഈമാന്റെ വെളിച്ചമുണ്ടാവും. ഉറക്കെ പറയാം മുഅ്മിനെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്നലിൽ മുഅ്മിനി നൂറൻ ഫിൽ ഖൽബി വദിയാൻ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. ഒരു മുഅ്മിനായ മനുഷ്യന് 4 ഗുണങ്ങളുണ്ട്. നൂറൻ ഫിൽ ഖൽബി, വദിയാൻ ഫിൽ വജ്ഹി, മുഖത്ത് പ്രസന്നതയുണ്ടാവും. വസഅതൻ ഫിൽ റിസ്ഖി, ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവും. വമഹബ്ബതൻ ഫീ ഖുലൂബിൻ നാസ്, എല്ലാ മനുഷ്യർക്കും അവരോട് സ്നേഹമുണ്ടാവും. ഒരു മുഅ്മിനായ മനുഷ്യൻ 4 ഗുണങ്ങൾ. നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം. വദിയാൻ ഫിൽ വജ്ഹി, സത്യസന്ധതയുടെ ഒരു മഹാ ചൈതന്യം മുഖത്ത് കളിയാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ തങ്ങൾ കയറി ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധി എണീറ്റ് നിന്നത്. തന്റെ ഓഫീസിലിരിക്കുന്ന ഇന്ദിരാഗാന്ധി തങ്ങൾ കയറി ചെന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എണീറ്റ് നിന്നു. എന്നിട്ട് സംസാരം കഴിഞ്ഞ് ബാബക്ക് തങ്ങളുടെ കൂടെ നടന്നു വന്നിട്ട് കാറിൽ കയറുമ്പോൾ കാറിന്റെ ഡോറ് തുറന്ന് പിടിച്ചു കൊടുത്തു. സർവ്വത്തിനെ പോലെ മോത്തിലാലിന്റെ പേരെ വിലക്ക് വിൽക്കുമോ എന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവിനോട് ചോദിച്ച ആൾ, ബ്രിട്ടീഷ് വൈസ്രോയിയോട് നിങ്ങൾ ഇന്ത്യ വിലക്ക് വിൽക്കുമോ എന്ന് ചോദിച്ച ആളാണ് മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റന്റെ പൊന്നുമോനാണ് നെഹ്റു, നെഹ്റുവിന്റെ പൊന്നുമോളാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യ വിലക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അതിന് മാത്രം പൈസയുണ്ടോന്നായി വൈസ്രോയി. അപ്പോൾ വൈസ്രോയിയെ വിരുന്നിന് പിടിച്ചു. വൈസ്രോയിയെ, ബ്രിട്ടീഷ് വൈസ്രോയിയെ മോത്തിലാൽ കാശ്മീരിലെ തണുപ്പുള്ള ബംഗ്ലാവിലേക്ക് രാത്രി വിരുന്നിന് വന്നപ്പോൾ നല്ല ഒരു ചൂളയടുപ്പിന്റെ നെരിപ്പ് കൊടുത്തു.
തീ കായാൻ രണ്ടാൾക്കും ഇടയിൽ ഒരു നെരിപ്പോട് കൊണ്ടുവന്ന് വെക്കാൻ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. അങ്ങനെ ഒരു നെരിപ്പോട്, ഒരു ചൂള നെരിപ്പോട് കൊണ്ടുവന്ന് വെച്ചു. മോത്തിലാലും മൗണ്ട് ബാറ്റനും സംസാരിക്കുന്നതിന് നടുവിലേക്ക് അതിലേക്കുള്ള വിറക് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ വൃത്യന്മാർ നേരത്തെ പറഞ്ഞു വെച്ചതനുസരിച്ച് നല്ല അലമാരകൾ കൊണ്ടുവന്ന് വെച്ചു. അലമാര മോത്തിലാൽ തുറന്നു. എന്നിട്ട് ഓരോ കെട്ട് ഇങ്ങനെ നോട്ടെടുത്തിട്ട് ഇങ്ങനെ ഇട്ടു. ഇവർ രണ്ടാളും വർത്തമാനം പറയുന്നതിനിടയിൽ തീ കായുക. നോട്ടിന്റെ കെട്ടെടുത്തിട്ട് മോത്തിലാൽ തീയിലേക്ക്. കാശ്മീരിന്റെ തണുപ്പില് മോത്തിലാലും ബ്രിട്ടീഷ് വൈസ്രോയും തീ കാഞ്ഞു. അലമാര നിറച്ച് നോട്ടിന്റെ കെട്ട് ഇങ്ങനെ വലിച്ചറിയും. അത് കത്തിക്കും, തീ കായും വരാനും പറയും. ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് പേടിയായി. അതാ മോത്തിലാൽ. ആ മോത്തിലാല് കുട്ടി ഇന്ദിര ബാപ്പക്ക് തങ്ങൾക്ക് സെർവന്റായി നിന്നിട്ട് കാറിന്റെ ഡോറ് തുറന്നു കൊടുത്തപ്പോൾ ഇറങ്ങിച്ചെന്നപ്പോ പേഴ്സണൽ സെക്രട്ടറി ചോദിച്ചു, നിങ്ങൾ പ്രോട്ടോകോൾ തെറ്റിച്ചില്ലേ മാഡം? അപ്പോൾ പറഞ്ഞു, ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് പ്രോട്ടോകോൾ തെറ്റിക്കേണ്ടി വന്നതാണ്. അങ്ങനെയുണ്ട്. അത് സത്യത്തിന്റെ കാര്യമാണ്. നമുക്ക് തൗഫീഖ് തരട്ടെ. ആരെ മോറ്റൊക്കെ നോക്കി ആട് കഴിയൂല. മോത്തിലാന്റെ ഉച്ചാച്ചനാണെങ്കിൽ ഇന്നലെ ഇന്നലത്തെ മനുഷ്യന്റെ കഥ പറയാം. ഞാൻ 1000 കൊല്ലം മുമ്പുള്ള കഥ പറയല്ല. അല്ലെങ്കിലും സത്യസന്ധനായ ആളുകൾ 1000 കൊല്ലം മുമ്പാണെങ്കിലും ഇന്നാണെങ്കിലും ഒരുപോലെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സത്യത്തിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് മുഅ്മിനീൻ. ഇവിടെ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ. അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ ഹംസി റളിയല്ലാഹു. ഷെയ്ഖിന്റെ പള്ളിയിൽ കിടക്കുന്ന ഷെയ്ഖാണ്. അവരാണ് ഷെയ്ഖ് ഇമാം കോയ. ആ ഷെയ്ഖ് ഇമാം കോയയാണ് പിന്നെ കോഴിക്കോട്ടുകാർ മാമുക്കോയ എന്ന് വിളിച്ചത്. ഹോയയല്ല, ഖോജയാണ്. ഖോജ ലോപിച്ച് കോയയാണ്. ഖോജ സത്യത്തിൽ ഷാമിലും യമനിലും ഒക്കെ വലിയ വലിയുള്ള അറബി തറവാട്ടുകാർക്ക് ഖോജ എന്ന് പറയും. ഖോജ കോഴിക്കോട്ട് എത്തിയപ്പോൾ കോയയാക്കി. ഇപ്പോൾ കോഴിക്കോട്ടുകാർ മൊത്തം കോയ. പൊന്നാനി കപ്പലിറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് ഇങ്ങനെ നടന്നു. അപ്പോൾ കണ്ടോരൊപ്പം കൂടി പൊന്നാനിന് കോഴിക്കോട് എത്തിയപ്പോഴത്തേന് 1000-ഓളം ഹിന്ദു കുടുംബങ്ങൾ മുസ്ലിമായി എന്നാണ് ചരിത്രം. നോക്കിയിട്ട് അതാണ് ഈമാന്റെ സത്യസന്ധന്റെ മുഖത്തെ വിളിച്ചാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് ഇസ്ലാം. ഈ സത്യം കൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രചാരണം നടത്തിയിട്ടുള്ളത്. അതാണ് അതാണ് സത്യസന്ധത. അതാണ് അത് സത്യത്തിന് അവരൊരു വാക്ക് പറഞ്ഞാൽ അത് നടന്നേ തീരും. അവരൊരു വാക്ക് പറഞ്ഞാൽ നടന്നേ തീരും. പറഞ്ഞാൽ നടക്കും. അവർ പറഞ്ഞാൽ നടക്കും. എന്റെ നാട്ടിൽ ഒരു മൊയ്തീനാജിയുണ്ട്. മൊയ്തീനാജിയെ കണ്ണൂർ സെൻകുണ്ടിയിൽ തൂക്കാൻ വിധിച്ചതാ, കൊല്ലാൻ വിധിച്ചതാ, തൂക്കിക്കൊല്ലാൻ വിധിച്ചതാ. മൊയ്തീനാജിന്റെ ബാപ്പ പോയിട്ട് പണക്കെട്ട് കരഞ്ഞതാ. അപ്പോൾ പൂക്കോയ പാപ്പ പറഞ്ഞു, മൊയ്തീനാജിയോട് പറഞ്ഞു, എന്റെ ബാപ്പയോട് പറഞ്ഞു. കയച്ചിൽ കേട്ടപ്പോൾ പൂക്കോയ തങ്ങൾ വാക്ക് പറഞ്ഞു പോയി. വാക്ക് പറഞ്ഞു പോയി. മൊയ്തീന് തൂക്കിക്കൊല്ലുന്നില്ല. ഞങ്ങൾ പോയി കിടന്നുപോയി. മൊയ്തീൻ വന്നു പോയിക്കൊള്ളു. മൊയ്തീനോട് വന്നു. അതൊരു വാക്ക് പറഞ്ഞു. ആര് പറഞ്ഞു? പൂക്കോയ പറഞ്ഞു. പൂക്കോയ സത്യത്തിന് നിദർശനം. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മനസ്സ് തുറന്ന് പറയും. മനസ്സ് തുറന്നിട്ട് പറ. സത്യസന്ധനായിരുന്നു, സത്യത്തിന് നിദർശനമായിരുന്നു മഹാനായ പൂക്കോയ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. എന്നിട്ടൊന്നുമില്ല, ചിന്തിക്കണം. നമുക്ക് ദുആ ചെയ്യാനുണ്ട്, യാസീനോടാനുണ്ട്, പള്ളി എല്ലാവരും ഇന്നത്തെ ദുആ കഴിയാതെ പോകരുത്. പിന്നെ സത്യനുള്ളിന്റെ ഉള്ളിൽ എല്ലാരും ബഹുമാനിക്കും. ആരെ ബഹുമാനിക്കാത്തത്? فلما كلمه قال إنك اليوم لدينا مكين
സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് സംസാരിച്ചപ്പോൾ ഫറോ പോലും മാറിയില്ലേ? അത് സത്യത്തിന്റെ വിലയാണ്, സത്യത്തിന്റെ വിലയാണ്. സത്യത്തിനൊരു വിലയുണ്ട്, അത് ഭയങ്കര വിലയാണ്, അത് വല്ലാത്ത വിലയാണ്. സത്യസന്ധനായ രാജാവായിരുന്നു ദുൽഖർനൈൻ. ദുൽഖർനൈൻ കാന യദ്ഖുലു നാറ വയഖ്റുജു മിൻഹാ മിൻ ഗൈരി ഇഹ്റാ. കൂട്ടിയിട്ട് തീയിന്റെ ഉള്ളിൽ പോയി തനിക്ക് ചെയ്യേണ്ട പണിയും ചെയ്ത് ഒരു രോമം പോലും കരിയാതെ ഇറങ്ങി വരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് യസ്അലൂനക അൻ ദുൽഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ. സയ്യിദ്നാ ദുൽഖർനൈൻ വർക്കപ്പർ അലൈഹിസ്സലാം വസ്സഹീഹു ലൈസ ബിനബിയ്യിൻ കാന മലികൻ സ്വാലിഹാ. സത്യസന്ധനായ സ്വാദിഖായ നീതിമാനായ രാജാവായിരുന്നു മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, നബിയാണോ നബിയല്ല? നബിയല്ല, വലിയ ചക്രവർത്തിയായിരുന്നു ദുൽഖർനൈൻ. പക്ഷേ സത്യസന്ധനായ അല്ലെങ്കിൽ എങ്ങനെയാ? രണ്ട് അർമേനിയയുടെയും അസർബൈജാന്റെയും ഇടയിൽ, രണ്ട് പർവ്വതങ്ങൾക്കിടയിലെ മലന്തട്ടകൾക്കിടയിൽ ഇരുമ്പിന്റെ ഇഷ്ടികകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ ആ ഇഷ്ടികകൾ നിറച്ച് ഇരുമ്പിന്റെ ഇഷ്ടികകൾക്ക് തീ കൊടുക്കാൻ കൽപ്പിച്ചു. ഇരുമ്പിന്റെ ഇഷ്ടികകൾക്ക് തീ കൊടുത്താൽ മനുഷ്യൻ അവിടെ നിൽക്കോ? എന്നിട്ട് പറഞ്ഞു, സാധാരണ തൊഴിലാളികളോട് പറഞ്ഞു, തീ കൊടുത്ത ഇരുമ്പിന്റെ അടുത്ത് വിട്ട് ഊതിക്കോളൂ. പറഞ്ഞത് സത്യസന്ധനായ രാജാവായതുകൊണ്ട് സത്യസന്ധന്റെ കൽപ്പന കേട്ട് പോയ തൊഴിലാളികൾക്ക് തീ വിഷമമായി. ഓഹോ, അപ്പോൾ തീ വിഷമമല്ല ആർക്ക്? ദുൽഖർനൈനിക്ക് മാത്രമല്ല, ദുൽഖർനൈയുടെ പട്ടാളത്തിന്. എന്തുകൊണ്ട്? അത് സത്യസന്ധന്റെ പട്ടാളമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സത്യസന്ധനോട് കൂടെ കടൽ മുറിച്ചു കടന്നപ്പോൾ ലക്ഷക്കണക്കായ ആളുകൾ മരുഭൂമിയിലേക്ക് കയറി. നേരെ മറിച്ച് കള്ളന്റെ കൂടെ പോയതാണ് 6 ലക്ഷം പട്ടാളം. അവർ ചെങ്കടലിൽ ചത്തു. കാരണം അവരെ മുന്നിൽ നടക്കുന്നത് കള്ളനാണ്. അല്ലാഹു കാക്കട്ടെ. ചിന്തിക്ക്, ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വലിയവരാ സത്യസന്ധത കാണുക. ഈ സമുദായം നമ്മുടെ ഏറ്റവും വലിയ മഹത്വം നമ്മുടെ സത്യസന്ധതയാണ്. അത് നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അതിനെ മുറുകെ പിടിക്കണം. നമ്മുടെ നേതാക്കൾ, നമ്മുടെ ഏത് രംഗത്തുള്ളവരും നമ്മുടെ കാര്യം നമ്മുടെ സത്യസന്ധതയാണ്. നമ്മുടെ നേതാക്കളുടെ മഹത്വം നമ്മുടെ സത്യസന്ധതയാണ്. അതിന്മേലാണ് ലോക ഇസ്ലാമിയത്ത് വളർന്നിട്ടുള്ളത്. അതിനെയാണ് പേർഷ്യൻ റോമൻ രാജാക്കന്മാർ ഭയപ്പെട്ടിട്ടുള്ളത്. സത്യസന്ധന്മാരെ ഭയപ്പെട്ടു ഓടിയില്ലേ? പേർഷ്യൻ ചക്രവർത്തി ഓടി ഓടിപ്പോയില്ലേ പേർഷ്യയിൽ നിന്ന്? പേർഷ്യൻ ചക്രവർത്തി ആരാ? ഭക്ഷണം കഴിക്കണമെങ്കിൽ ലലനാമണികളായ പെണ്ണുങ്ങൾ, അതിസുന്ദരികളായ പെണ്ണുങ്ങൾ നൃത്തം ചവിട്ടിയ പെണ്ണുങ്ങളുടെ പദവിന്യാസങ്ങൾക്കനുസരിച്ചായിരുന്നു ഈ ചക്രവർത്തി ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, രാജാവ് ഭക്ഷണം കഴിക്കണമെങ്കിൽ പാട്ട് കച്ചേരിയും ഡാൻസും പാട്ട് കച്ചേരിക്കും ഇടയില് ഇങ്ങനെ അമ്പിളി മഹ്മാനെ കാണിച്ച് ഉമ്മമാരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയായിരുന്നു പേർഷ്യൻ രാജാവായ യസ്ദഗിർദ് ഭക്ഷണം കഴിച്ചിരുന്നത്. പാട്ട് കച്ചേരിയും ഡാൻസും അതിനിടയിൽ കുറച്ചങ്ങോട്ട് തിന്നെങ്കിലായി. ഇതാണ് യസ്ദഗിർദ്. ആ യസ്ദഗിർദ് പോയിട്ട് ഓടിപ്പോയില്ലേ? എന്നിട്ട് നായ്ക്കൾ അണക്കുന്നത് പോലെ അണച്ചിട്ട് കഷ്ടപ്പെട്ട് ചൈന കിടന്ന് മരിച്ചില്ലേ യസ്ദഗിർദ്? എന്തേ ധീരന്മാർ അവരുടെ മുന്നിൽ യസ്ദഗിർദിനെ പിടിച്ചു വിളിക്കാൻ കഴിയും. റുസ്തും ഒന്ന് വീപ്പളക്കി നോക്കി. ആമിറിനോട് റുസ്തും പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ 12 ലക്ഷം ആണ് പട്ടാളം. ഞങ്ങളെ ഖാദിസിയയിലെ കിടങ്ങിൽ കൊത്തിമുറുക്കി എറിയും. അപ്പോൾ റുസ്തും എന്ന പേർഷ്യൻ സേനാനായകനോട് പറഞ്ഞു, എടാ നീ നോക്കിക്കോ, ഇനി നീ നോക്കിക്കോ ആരാണ് കൊത്തിമുറിച്ച് ഖാദിസിയയിലെ കിടങ്ങിൽ നിറക്കുക. 2 ആഴ്ച കഴിഞ്ഞില്ല, മനുഷ്യനെ സുഖം വെച്ച് കണ്ടുപൂട്ടിയ തെമ്മാടിക്കോലങ്ങളെ
ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ കൊത്തി നുറുക്കിയിട്ട് ഖാദിസിയായ ഇടങ്ങളിലേക്ക് ആരും ഉടുത്തുണിക്ക് മറുതുണിയില്ലാത്തവർ അസ്ഹാബ് റസൂലില്ല. ഒന്നോർക്കം പറച്ചങ്ങാടി അസ്ഹാബ് റസൂലില്ല, അസ്ഹാബ് റസൂലില്ല. വലിയ ശേഖരം അവിടെ നിന്ന് ലഭിച്ചു. ഇനി ഇതിന്റെ ബാക്കിയുള്ള ചരിത്രം കൂടെ കേൾക്കും. അവിടുന്ന് കോടാനക്കോടി സമ്പത്ത് കിട്ടി മുസ്ലിമീങ്ങൾക്ക്. പേർഷ്യയിൽ നിന്ന് കിട്ടിയ ഖജനാവ് ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ അന്ത്യനാൾ വരെയുള്ള ഖജനാവായ അത് മതിയായിരുന്നു. അത്രയും വലിയ സ്വർണവും ശേഖരവും രത്നവും വൈഢൂര്യവുമാണ് ഈ പേർഷ്യയിൽ നിന്ന് കിട്ടിയത്. ആ വിവരം അറിഞ്ഞപ്പോൾ സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹു പേർഷ്യയിലെ സേനാ പടത്തലവനെ കത്തയച്ചു. തസദ്ദഖൂ ബിഹാ, മനുഷ്യനെ കട്ടുണ്ടാക്കിയ പണമാണ് രാജാക്കന്മാർ, അത് നമുക്ക് വേണ്ട, അത് പേർഷ്യയിലെ സാധുക്കൾക്ക് ദാനം ചെയ്തോളൂ എന്ന് സയ്യിദ്നാ ഉമർ അൽ ഖത്താബ്. ആ പൈസയിൽ ഒരു ചില്ലിക്കാശ് പോലും സത്യത്തിന്റെ പണമല്ല, അത് നമുക്ക് വേണ്ട. കോടാന 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 കോടി പേർഷ്യൻ രാജാക്കന്മാരുടെ സ്വർണശേഖരം പേർഷ്യ പിടിച്ചടക്കിയിട്ടും ഒരു മീൻ ചെതറിന്റെ സ്വർണം പോലും മദീനക്കാർ കൊണ്ടുപോയില്ല. ഒന്ന് മനസ്സ് തുറന്ന് പറച്ചങ്ങാതി, ഈ മുസ്ലിമീങ്ങൾ എന്നാൽ ആരാണ്? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കാം, ചിന്തിക്കണം. അതാണ് വതവാസുബിൽ ഹഖ്. ഇത് ലോകത്ത് വിളിച്ചു പറയാൻ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പിന്നിൽ അതിന് സഹനം വേണ്ടി വരും. ലളിതമായ വ്യാഖ്യാനം പറയാം. ഇതിന് ആഴ്ചകൾ പറഞ്ഞാൽ തീരാത്ത വ്യാഖ്യാനം. നേരിന്റെ കൂടെ നിൽക്കണമെങ്കിൽ ക്ഷമിക്കേണ്ടി വരും. ക്ഷമയേക്കാൾ ഒരു സമ്മാനവും ഒരാൾക്ക് ഈ ലോകത്ത് കിട്ടാനില്ല. ഒരു മനുഷ്യന് ഈ ലോകത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ക്ഷമയാണ്. ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നന്നായി, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്നത് ക്ഷമിക്കാം. ഒഴുക്കിന്റെ കൂടെ നിൽക്കാതിരിക്കുക. ഒഴുക്കിൽ എവിടെയാണ് നേരെന്ന് നോക്കുക, നേരിന്റെ പക്ഷത്ത് നിൽക്കുന്നത്. നേരിന്റെ പക്ഷം എന്തുകൊണ്ട്? കളവിന്റെ പക്ഷത്തിന് തൽക്കാലം വിജയങ്ങൾ ഉണ്ടായെങ്കിലും അത് വല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹക്കിനെയും ബാത്തിലിനെയും വിശുദ്ധ ഖുർആൻ ഉപമപ്പെടുത്തിയത് കണ്ടില്ലേ നിങ്ങൾ? ചിന്തിക്കുക. أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء. സത്യത്തെയും അസത്യത്തെയും ഒരു ഉപമയിലൂടെ അവസാനിപ്പിക്കാൻ എല്ലാവരും ഇരുന്നിട്ട് യാസീനോട് ദുആ ചെയ്യണം. ഇത് ഇന്നോ നാളെയോ ഒരു 100 ദിവസമോ പറഞ്ഞാൽ തീരാത്ത സൂറത്ത്. 4 കാര്യമാണ് അടിത്തറ. 1 ബലിഷ്ഠമായ ഈമാൻ, 2 അതിരുകളില്ലാത്ത നന്മ പ്രവർത്തനം, 3 സത്യത്തോടുള്ള പ്രതിബദ്ധത, 4 സത്യത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ക്ഷമയും കൈക്കൊള്ളുക. കാരണം ക്ഷമയില്ലാത്ത ഒരാൾക്ക് സത്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് മനുഷ്യന്റെ അടിസ്ഥാന ബാധ്യത. ഇതില്ലെങ്കിൽ ഇതവന്റെ അടിസ്ഥാന ബാധ്യതയാണ്. ഹക്കിനെയും ബാത്തിലിനെയും ഉപമപ്പെടുത്തിയപ്പോൾ പറഞ്ഞല്ലോ, മഴ വർഷിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? മഴ വർഷിച്ചാൽ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകും. പ്രചണ്ഡമായ ജലപ്രവാഹത്തിൽ മാലിന്യങ്ങൾ ഒഴുകും. അപ്പോൾ നീർക്കുമിളകളും ഒഴുകും. നീർക്കുമിളകൾ വലിയ വലിയ സൗന്ദര്യത്തിന്റെ വർണ്ണരാജികൾ വിരിയിക്കും. മനോഹരമായ അതിവൈശിഷ്ടമായ വർണ്ണരാജകൾ ഇങ്ങനെ നീർക്കുമിളകൾ വിരിയിക്കുമല്ലോ, കണ്ണാടി ചില്ല് പോലെയുള്ള നീർക്കുമിളകൾ. പക്ഷേ അത് ക്ഷണികമായി പൊട്ടിപ്പോട്ടി, അതിനപ്പുറം നിനക്ക് കഴിയില്ല.
അത് നിലനിൽക്കാൻ കഴിയില്ല. ബാത്തിലിന് അതിന്റെ ഒരു വർണ്ണരാജ്യമുണ്ട്, അത് വല്ലാത്തൊരു വർണ്ണരാജ്യം. പക്ഷെ അത് നിലനിൽക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാണിക്കുന്നതിനൊന്നും അത് നഷ്ടപ്പെടും. എവിടെ മനുഷ്യൻ കാണിച്ചോ നഷ്ടപ്പെടും. തോന്നിവാസങ്ങൾക്കെല്ലാം മനുഷ്യന്റെ വളരെ ചിന്തിക്കണം. വിവരമുള്ളവർ പോലും വിവരക്കേടിനെ അടിമപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആഭാസകരമായ രീതികളിൽ നിന്ന് വിവരം പഠിച്ച ആളുകൾ പോലും കൊണ്ട് നടക്കണം. ഞാൻ ഇന്നൊരു വിചിത്രമായ കാഴ്ച കണ്ടു. ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ വരികയാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇന്ന് ഞാൻ വിചിത്രമായ കാഴ്ച കണ്ടു. ഈ വിചിത്രമായ കാഴ്ച ആഭാസകരമായ കാഴ്ചയായി എനിക്ക് തോന്നുന്നു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരിക. അപ്പോൾ മാവൂർ ടൗണിൽ ഒരു മുസ്ലിയാർ, ഒരു തലയെ കെട്ടിയ കുപ്പായിട്ട ഒരു മുസ്ലിയാർ ഒറ്റക്ക് ഒരു കൊടി ഇങ്ങനെ തോളിൽ വെച്ചിട്ട് ഒരു സംഘടനയുടെ പേര് പറഞ്ഞ് സിന്ദാബാദ് വിളിച്ച് ഇങ്ങനെ നടക്കുക. എന്തൊരാഭാസമാണ് മനുഷ്യരെ! ഇതെന്ത് വൃത്തികേടാണ്! എന്താണ് ആരായി കോലത്തെ ബഹുമാനി, ഈ കോലത്തെ ബഹുമാനിക്കണ്ടേ? നിങ്ങൾ ആര് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പേച്ച. ആ കോലം പിഴവാണ്. ആ കാട്ടിക്കൂട്ടുന്നത് തെറ്റാണ്. എനിക്കെന്ത് നഷ്ടം എന്നത് എന്റെ വിഷയമല്ല. എനിക്ക് നഷ്ടം എന്നുള്ളത് വിഷയമല്ല. ഞാൻ മരിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആളാ പറഞ്ഞ നേരെയിരുന്നു. ഞാൻ മാവൂരങ്ങാടിയിലൂടെ വരുമ്പോൾ ഇന്ന് വിചിത്രമായ കാഴ്ച കണ്ടത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. തലയെ കെട്ടിയ മുസ്ലിയാർ, ഒരു തലയെ കെട്ടി നിങ്ങളെ കുപ്പായിട്ട ഒരു മുസ്ലിയാർ, തലയെ കെട്ടി വലിയ കുപ്പായം തുണിയൊക്കെ കൊടുത്ത് ഒരു വലിയ മുസ്ലിയാർ, ഒരു മനുഷ്യൻ ഒരു വടിയും തോളിൽ വെച്ചത് സിന്ദാബാദ്. നേരം അല്ലാഹുവോടല്ലാതെ ഉണ്ടായിരുന്നല്ലോ പഴയ കാലം. മനുഷ്യ വിചിത്രമായ കാട്ടി അവസാനം ഒരു മനുഷ്യന്റെ കുഫറും വിചിത്രമായിട്ട് എവിടേക്കായിട്ട് നിങ്ങൾ ചിന്തിക്കണം. തലയെ കെട്ടിയവർ ചിന്തിക്കണം. തലയെ കെട്ടിയത് നിന്റെ തോന്നിയാസമല്ല. ഇത് ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദീനിന്റെ രീതിയാണ്. ചിന്തിക്കണം. ആ തലയെ കെട്ടിയിട്ട് ഇവിടെ ഖിയാമത്ത് നാൾ വരെ പ്രബോധകന്മാർക്ക് വരണം. ഈ ആഭാസങ്ങൾ കാട്ടിയിട്ട് മനുഷ്യൻ ഇതിനെ പുറത്തു പോയാൽ പിന്നെ ഈ നീളം കുപ്പായത്തെയും ഈ തലയെത്തിനെയും ആര് ബഹുമാനി? നമ്മുടെ വളരുന്ന മക്കൾക്ക് ഇവിടുന്ന് വെളിച്ചം കിട്ടും. ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും, ഉള്ളിലുള്ളവർ വിചാരിച്ചാലും, പുറത്തുള്ളവർ വിചാരിച്ചാലും, ഞാൻ കണ്ട നേര് ഞാൻ പറയും. ആകാശം പൊടിഞ്ഞു വീണാലും റഹ്മത്തുള്ളാഹിൽ പരിഗണിക്കുകയില്ല. അല്ലാഹു മനുഷ്യനെ ബാധ്യതയാക്കി വെച്ചിട്ടുള്ളത് വതവാസോ ബിൽ ഹഖ് വതവാസോ ബിസ്സബ്രി. ഇത് ബാധ്യതയാണ്. മനുഷ്യൻ ആലോചിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും നമുക്ക് അലങ്കാരമായി പോകരുത്. നമ്മൾ ഭ്രാന്ത് കാട്ടിയിട്ട് നമുക്ക് അലങ്കാരം. മനുഷ്യരെ, നിങ്ങളെ ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ പേരിലുള്ള ഒരു രജിസ്റ്റേർഡ് ഉറുപ്പ് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. അങ്ങനെയൊന്നും അതൊന്നും ആ ചിന്തയൊന്നും എന്റെ മനസ്സിലില്ല. പക്ഷെ മനുഷ്യൻ ചിന്തിക്കണം. അബദ്ധമാണ്. ചിന്തിക്കുക. അബദ്ധമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മർമ്മമാണ്. ഇവിടെ നമുക്ക് ജീവിച്ചാൽ
അന്ത്യനാളിനെ പറ്റി പറയുന്നിടത്തല്ലേ പുണ്യ റസൂൽ പറഞ്ഞത് ദുആത്തുൻ അലാ അബ്വാബ് ജഹന്നമ മൻ നജാബ ദഖല ഫീഹാ. അല്ലാഹ് ജല്ല ജലാലായ സുബ്ഹാനഹു ഞങ്ങളെ കാക്കണം പഠിച്ചു. മനസ്സ് തുറന്ന് പറ ചങ്ങാതി, മനസ്സ് തുറന്ന് പറ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിനെ പറ്റി പറഞ്ഞിടത്ത് എന്താ? അന്ത്യനാൾ ദുആത്തുൻ അലാ അബ്വാബ് ജഹന്നമ, നരകത്തിന്റെ വാതിൽക്കൽ പ്രബോധകന്മാർ വരുമെന്ന് പുണ്യ നബി. നരകത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് വഅദ് പറയുന്നവരുണ്ട്. ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, ദാഇ എന്ന വാക്കിന്റെ ബഹുവചനമാണത്. ദാഇ എന്ന് പറയുന്നത് ഖുർആനും ഹദീസും പറയണം, ഒക്കെ പറയും. പക്ഷേ അവർ നരകത്തിന്റെ വാതിൽക്കൽ നിൽക്കും. മൻ അജാബഹു ദഖല ഫീഹാ, കാട്ടിക്കുട്ടുന്നവരെ ഏത് കൂട്ടത്തിൽപ്പെട്ട് കാട്ടിക്കുട്ടിയാൽ ചിന്തിച്ചോ, ഇത് നിന്റേതല്ല, ഇത് അല്ലാഹുവിന്റെ ഭൂമിയാ. ഇന്നൽ അർള ലില്ലാഹ്, ഇന്നൽ അർള ലില്ലാഹ്, ഈ ഭൂമി അല്ലാഹുവിന്റേതാണ്. യൂരിസുഹാ മയശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഈ ഭൂമി ഒരാളുടേതുമല്ല, ഈ ഭൂമി അല്ലാഹുവിന്റേതാണ്. ഇതൊരു സംഘടനക്കാരും വിചാരിക്കണ്ട എന്റേതാണ്, ഒരു വിചാരിക്കണ്ട, ഒരിക്കലും വിചാരിക്കാം നമ്മുടേതാണ്. ഞാനാര്? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും തിരിഞ്ഞടങ്ങി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ല. ഇതൊക്കെ ചലത്തെ പോകേണ്ടതല്ലേ മനുഷ്യ? അതുകൊണ്ട് ചിന്തിക്കും മനുഷ്യരെ, മുസ്ലിമീങ്ങളെ, മാപ്പിളമാരെ, ഇന്നൽ അർള ലില്ലാഹ്, ഇന്നൽ അർള ലില്ലാഹ്. ഭൂമി അല്ലാഹുവിന്റേതാണ്, ഈ ഭൂമി നമ്മുടേതല്ല, അല്ലാഹുവിന്റേതാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകളിൽ അവന്റെ ഇഷ്ടപ്പെട്ടവർക്ക് ഇത് അവൻ അനന്തരമാക്കി നൽകും. അല്ലാഹു നമുക്ക് നൽകട്ടെ. والعاقبة للمتقين، والعاقبة للمتقين. اللهم اجعلنا من المتقين، اللهم اجعلنا من المتقين بمحض فضلك وجودك وكرمك ومنك يا أكرم الأكرمين. اللهم اجعلنا من المتقين. മനുഷ്യ പിഴക്കുന്നിടത്ത് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് മനുഷ്യ, മറ്റൊരു പ്രശ്നവും റഹ്മത്തുള്ളാഹില്ല. നീ എന്നെ കോടതി കേറ്റണ്ട, നീ എന്നെ നിന്റെ നാട്ടുവിചാരണയുടെ കോടതിയിൽ വെക്കരുത്. ഞാൻ നിന്നോട് മാന്യമായി പറയുന്നത് മാന്യത കൊണ്ടാണ്. മനുഷ്യ ആഭാസം കാണിക്കരുത്, ചിന്തിക്കണം. ഇന്നൽ അർള ലില്ലാഹ്, ഇന്നൽ അർള ലില്ലാഹ്. ഈ ഭൂമി അല്ലാഹുവിന്റേതാണ്, ഇതിന്റെ ഉടമക്കാരൻ അല്ലാഹു, നമ്മുടെ ആരും നിഗളിച്ചാലും അത് ഒരു നിഗളിച്ചാലും ഇന്നൽ അർള ലില്ലാഹ്, ഇന്നൽ അർള ലില്ലാഹ്, ഇന്നൽ അർള ലില്ലാഹ്. ഈ ഭൂമി എന്റേതും നിന്റേതുമല്ല, ഈ ഭൂമി അല്ലാഹുവിന്റേതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മാസിഡോണിയയിലെ ഫിലിപ്പിന്റെ മകൻ 18ാമത്തെ വയസ്സിൽ മാസിഡോണിയയിൽ നിന്ന് പുറപ്പെട്ടതാണ്. നിങ്ങൾക്കറിയോ ഫിലിപ്പിന്റെ മകൻ? അവനെ കുറിച്ച് ലോകം പറയുന്നത് അലക്സാണ്ടർ എന്നാണ്. പിന്നീട് അയാൾ നിന്നനായി ഒരു പായക്കപ്പലിൽ കിടന്ന് മരിച്ചു. ഓഹോ, മാസിഡോണിയയിലെ ഫിലിപ്പിന്റെ മകൻ ഗ്രേറ്റ് അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ എന്ന ചരിത്രകാരന്മാർ പറയും. 33ാമത്തെ വയസ്സിൽ അയാൾ ചെറുപ്പം പോലും തീർന്നില്ല, നിന്നനായി ഒരു പായക്കപ്പലിൽ കിടന്ന് മരിച്ചു. അപ്പോഴത്തെ പിടിച്ചടക്കിയിട്ട് പിന്നെ നിന്നനായി മരിച്ചു. എന്തുകൊണ്ട്? 18ാമത്തെ വയസ്സിൽ
മാസിഡോണിയയിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാസിഡോണിയ എന്ന കൊച്ചു രാജ്യത്തിന്റെ അധിപതി മാത്രമായിരുന്നു ഫിലിപ്പിന്റെ മകൻ അലക്സാണ്ടർ. അന്ന് അച്ഛൻ മരിച്ചതിന്റെ പിറ്റേന്നാൾ അധികാരം അലക്സാണ്ടർക്ക്. ഒരു കൊച്ചു വട്ടത്തിലുള്ള നാട് മാത്രമായിരുന്നു അന്ന് അലക്സാണ്ടറുടേത്. പിന്നെ ആ വില്ലാളി വീരൻ പുറത്തിറങ്ങി ഭൂമി മുഴുവനും പടിഞ്ഞാറും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും അവസാനമെന്റെ 33ാമത്തെ വയസ്സിൽ നിന്യനായ പായക്കപ്പലിൽ കിടന്ന് നിന്യനായി ഗ്രേറ്റ് അലക്സാണ്ടർ മരിച്ചു. അതാണ് പ്രധാന അഭിപ്രായം. ഒരു പെണ്ണ് വിഷം കൊടുത്തു കൊന്നു എന്നും അഭിപ്രായം. ഏതായാലും നിന്യനായി 33ാമത്തെ വയസ്സിൽ നിന്യനായി ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന മാസിഡോണിയയിലെ ഫിലിപ്പിന്റെ മകൻ നിന്യനായി മരിച്ചു. ഈ ഭൂമി എന്റേതും നിന്റേതുമല്ല, ഈ ഭൂമി അല്ലാഹുവിന്റെ. അവനാണ് ഉടമക്കാരൻ. അല്ലാഹു അവന് വഴിപ്പെടുന്നവരിൽ അവനെ ഉൾപ്പെടുത്തട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. കോഴിക്കോട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ പാവപ്പെട്ടവരെ മുഴുവനും സഹായിച്ചോടി നടന്നൊരു മനുഷ്യനോ. ആ മനുഷ്യൻ പോയിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ട് ആ മനുഷ്യൻ ഹറമിൽ പോയി മരിച്ച് ബാഫക്ക് ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ തല വെച്ച് കിടക്കും. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതും എന്തുകൊണ്ട് ഒരാൾ അല്ലാഹുവിനെ അംഗീകരിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ മുന്നിലും അല്ലാഹുവിന്റെ ഇബാദിന്റെ മുന്നിലും പിന്നെ അന്യതരായിരിക്കും. ഇന്നൽ അർള ലില്ലാഹ് കെയ്റോ പട്ടണത്തിൽ എനിക്ക് കഴിഞ്ഞ വർഷം 2 തവണ പോകാനുള്ള അവസരം. കെയ്റോ മ്യൂസിയത്തിന് 2 ജുനൈഹ് കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 15-20 രൂപ എന്ന് പറയാം. 20 രൂപക്ക് സമമാണ് ഓരോ ജുനൈഹ്. 2 ജുനൈഹ് കൊടുത്താൽ ഇതിലേക്ക് കയറാം. $2 കൊടുത്താൽ കേറാം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്ക്. കേറിപ്പോയി ഇങ്ങനെ അകത്തങ്ങനെ കേറി ചെന്നാൽ പിന്നെ ഒരു ഡോറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ റാംസസ് രണ്ടാമന്റെ ബോഡി വെച്ച സ്ഥലമുണ്ട്. അതിന് അഡീഷണൽ അവനെ കാണണമെങ്കിൽ വലിയ മുതലാളിയെ കാണുമ്പോ പിന്നെ വലിയ പൈസ കൊടുക്കണല്ലോ. $20. ഈജിപ്ഷ്യൻ മ്യൂസിയം മുഴുവനും ചുറ്റി നടന്ന് കാണാൻ $2. എന്നാൽ റാംസസ് രണ്ടാമന്റെ ബോഡി കാണണമെങ്കിൽ $20 കൊടുത്തു കയറി. റാംസസ് രണ്ടാമന്റെ മുന്നിൽ ഒരു കണ്ണാടി ചില്ലിലെ പെട്ടിക്കുട്ടിൽ ഇങ്ങനെ കിടക്കുക. ചങ്ങാതി, നിങ്ങൾ ഒരു കൈ ഇങ്ങനെ, ഒരു കൈ കാലിങ്ങനെ കൊച്ചറയ ഇങ്ങനെ കിടക്കുകയാണ്. എത്ര കിടത്തായിട്ടുണ്ട്. BC 1235 ഇഷ്ടൻ അവിടെ ചാകുന്നത്, ചെങ്കടലിൽ ചാകുന്നത് ഈ ചങ്ങാതി. BC 1235 1000 കൊല്ലമായി. فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. അതിന്റെയും 30 കൊല്ലങ്ങൾക്ക് മുമ്പ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൂറാനിയത്ത് കൊടുത്ത ഒരു മരവും ഞാൻ മരുഭൂമിയിൽ കണ്ടു. 60,000 ചതുരശ്ര മൈലാണ് 60,000 ചതുരശ്ര മൈലാണ് സിനായി മരുഭൂമി. സിനായി മരുഭൂമിയുടെ നടുവിൽ സെന്റ് കാത്രീൻ എന്ന പട്ടണമുണ്ട്. സെന്റ് കാത്രീന്റെ പട്ടണത്തിന്റെ പള്ളക്ക് 2 പർവ്വതങ്ങൾക്ക് പുറം ഒരു മരമുണ്ട്. ആ മരം 3000 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് സയ്യിദ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സത്യത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ സത്യം എന്നൊരു പട്ടണമുണ്ട് ചെങ്കടൽ തീരത്ത്. അവിടെ സത്യം വിളിച്ചു പറയാൻ വേണ്ടി വന്നതാണ് സയ്യിദ്ന ഈസ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെ വന്ന ഈസാ നബിയെ പരിസരവാസികൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ജനങ്ങളെ ചികിത്സിക്കാനും ജനങ്ങൾക്ക് നേരെ പറഞ്ഞു കൊടുക്കാനും വേണ്ടി വന്നതാണ് സയ്യിദ്ന ഈസ. ആ ചെറിയ
മക്കായിലെ ഒരു മരത്തിൽ ഈസായെ കയറ്റി നിർത്തി. ആ മരം ഇന്നും ഉണങ്ങിയിട്ടില്ല. ഞാൻ ആ മരം കണ്ടിട്ടുണ്ട്. ചിന്തിക്കും, അത് സത്യമാണ്, സത്യത്തിന്റെ ഭൂമി എന്റേതും എന്റേതുമല്ല, അല്ലാഹുവിന്റെ. അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും ഈ തരുണത്തിൽ സാഹചര്യത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പാതിരാത്രിയോട് അടുക്കുന്ന സമയമാണ്. ദുആ ചെയ്തിട്ട് മാത്രമേ എല്ലാവരും പിരിയാൻ പാടുള്ളൂ എന്ന് അറിയിക്കുന്നു. എല്ലാവരും ദുആയിൽ യാസീനോട് ദുആയിൽ പങ്കെടുക്കണം. എല്ലാവരും ഏത് വിഭാഗത്തിൽപ്പെടാം, ആരുമാകാം, എല്ലാം അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുവോട് ദുആ ചെയ്യുന്ന അല്ലാഹുവാണ് നമ്മുടെ പടച്ചവൻ. അവനാണ് നമ്മുടെ അനുഗ്രഹദാതാവ്. അവനോടുള്ള ദുആ, അതും 4 ദിവസം അല്ലാഹുവിന്റെ പരിശുദ്ധ കലാം വിളിച്ചു പറഞ്ഞ സദസ്സിൽ അവനോടുള്ള ദുആഇന് ഉത്തരമുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു തമാശ പോലും പറയാതെ അല്ലാഹുവിന്റെ വെളിച്ചത്തെ കുറിച്ച് 4 ദിവസം പറഞ്ഞ ഒരു സദസ്സാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.